So good morning. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബിഗം മെത്തേഡാണ്. So in the last class we discussed two-phase method for solving problems which involved greater than or equal to constraints with positive right hand side. അതിപ്പോൾ നമ്മൾ കണ്ട പ്രോബ്ലം ഇതായിരുന്നു. ടു-ഫേസ് മെത്തേഡ് വെച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സിമ്പിൾസ് വരുന്ന കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ രണ്ട് മെത്തേഡ് ഉണ്ട് ചെയ്യാൻ. അപ്പോൾ അതിലൊരു മെത്തേഡ് നമ്മൾ ഇന്നലെ കണ്ടു. അതിന് നമ്മൾ വി നെയിംഡ് ഇറ്റ് ആസ് ടു-ഫേസ് മെത്തേഡ്. സോ ഇവിടെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു വി ആഡഡ് ടു സർപ്ലസ് വേരിയബിൾസ് x5 ആൻഡ് x6. പക്ഷേ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ വേരിയബിൾസ് ആഡ് ചെയ്തു. അതിന് നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് എന്ന് വിളിച്ചു. എന്നിട്ട് ആ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ ടേംസിൽ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ആ ഒരു പ്രോബ്ലത്തെ നമ്മൾ എന്താ ഓക്സിലറി പ്രോബ്ലം എന്ന് വിളിച്ചു. ഇൻ ദാറ്റ് വി ട്രൈ ടു സോൾവ് ദാറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ വിത്ത് ദ സെയിം ടേബിൾ വി കണ്ടിന്യൂ ടു ദ ഫേസ് 2. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു സെയിം കൺസ്ട്രെയിൻസ്. എന്നിട്ട് നമ്മൾ ജീൻ്റെ വാല്യൂ 0 ആവുന്നവരെ വർക്ക് ചെയ്തു. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഞാൻ മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളെന്ന് പറഞ്ഞപ്പോൾ. സോ ജീൻ്റെ വാല്യൂ 0 ആവുന്നവരെ നമ്മൾ വർക്ക് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് so this is the notes. So in this ഈ സ്റ്റേജിൽ നമ്മളിന്നലെ കണ്ടപ്പോൾ ഈ സ്റ്റേജിൽ x7ഉം x8ഉം രണ്ടും പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു ബേസിസിൽ നിന്ന്. അപ്പോൾ ആ സ്റ്റേജിൽ ശരിക്കും നമ്മളെ ജീൻ്റെ വാല്യൂ 0 ആയി പോകും. അപ്പം ജീൻ്റെ വാല്യൂ 0 ആവുന്നു. ആൻഡ് ഹിയർ ഇവിടെ എവിടെയും നെഗറ്റീവ് വാല്യൂസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ശരിക്കും അത് ജീൻ്റെ വാല്യൂ 0 ആൻ്റെ മീനിങ് എന്താ വെച്ചാൽ x7 x8ഉം പുറത്ത് പോവാണ്, ബേസിസിൻ്റെ പുറത്ത് പോവാണ്. അപ്പം നമുക്ക് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടി. അതായത് നമുക്ക് വേണ്ടത് ശരിക്കും ആ ഫസ്റ്റ് ഓക്സിലറി ഫംഗ്ഷൻ x7 + x8ൻ്റെ മിനിമം മോസ്റ്റ് വാല്യൂ കിട്ടണം. അത് 0 ആണ്, അത് അറ്റൈൻ ചെയ്തു. അപ്പം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതേ ടേബിൾ എടുത്തിട്ട് സെക്കൻഡ് ഫേസിലേക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് സോൾവ് ചെയ്യുക. ജി എന്ന് പറഞ്ഞ കോളം ഒഴിവാക്കിയിട്ട് ജി എന്ന് പറഞ്ഞ റോ ഒഴിവാക്കി ചെയ്യാം. അപ്പോൾ ഇതിലിപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ പ്രോബ്ലത്തിൽ. അപ്പോൾ ചില പ്രോബ്ലം നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ജീൻ്റെ വാല്യൂ ഇവിടെ പോസിറ്റീവ് വാല്യൂ ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിടക്കുന്നത് വെച്ചാൽ നമുക്ക് പറയാം അതിൻ്റെ ഇവിടെ എല്ലാം പോസിറ്റീവ് എൻട്രീസ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് പറയാം ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഇല്ലാന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജി ഓഫ് എക്സിൻ്റെ വാല്യൂ മിനിമം ആ ഫസ്റ്റ് ഓക്സിലറി ഫംഗ്ഷൻ മിനിമം ജി ഓഫ് എക്സിൻ്റെ വാല്യൂ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 നമുക്ക് കിട്ടുകയാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദിസ് പ്രോബ്ലം കനോട്ട് ബി ദിസ് പ്രോബ്ലം ഡസ് നോട്ട് ഹാവ് എ ഫീസിബിൾ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല എന്ന് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇതൊരു ടെക്നിക്കാണ് ചെയ്യാൻ. ഓക്കെ, പ്രോബ്ലം ചെയ്യാൻ ഒരു ടെക്നിക്കാണത്.
ഇതേ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് വേറൊരു ടെക്നിക്ക് ഉണ്ട്, അതിൻ്റെ പേര് ബിഗം മെത്തേഡ് എന്നാണ്. അതിൽ 2 ഫേസ് ഒന്നുമില്ല, ഒറ്റ ഫേസേ ഉള്ളൂ. അപ്പം അത് നോക്കാം നമുക്ക്. സെയിം പ്രോബ്ലം നമ്മളെന്താ ചെയ്ത സെയിം പ്രോബ്ലം നമ്മൾ ബിഗം മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ എന്താ വ്യത്യാസം നോക്കാം. അപ്പം ഇവിടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം ആദ്യം. സോ ഫംഗ്ഷൻ മിനിമൈസേഷനെ കൊണ്ട് അതിൽ മാറ്റമൊന്നുമില്ല. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻസ് ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു അതിനെ കൊണ്ട് ഒരു സ്ലാക്ക് ആഡ് ചെയ്തു. ലെസ് ദാൻ ഈക്വൽ ടു 5 ആനെ കൊണ്ട് വേറൊരു സ്ലാക്ക് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അതിനെ കൊണ്ട് സർപ്ലസ് -x5 -x7. പക്ഷേ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടാൻ ഇന്നലെ ചെയ്ത അതേപോലെ നമ്മൾ 2 ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആഡ് ചെയ്യും, x7 and x8. So the x7 and x8 are actually artificial variables. Okay, artificial variables. So നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ വന്ന ആൾക്കാർ നമ്മൾ ചാറ്റ് ബോക്സിൽ നിങ്ങളെ പേരൊന്ന് അടിച്ചിടണം കേട്ടോ. വന്നവർ ചാറ്റ് ബോക്സ് വെച്ചിട്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് അടിച്ചിട്ടാൽ മതി. Okay, so this is we have converted to a standard form and then we have added എന്താ പറയുക x7 x8 നമ്മൾ ആഡ് ചെയ്തു, അതായത് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് നമ്മൾ ആഡ് ചെയ്തു. അപ്പം this now is actually in standard form and we can find the basic feasible solution. നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ തന്നെ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത അതേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാറ്റുന്ന ഈ രീതിയിലാണ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് f of x is equal to 4x1 plus 5x2 എന്നാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ x7 and x8 ആഡ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ കോഎഫിഷ്യൻ നമ്മൾ m എന്നുള്ള വാല്യൂ എടുക്കുകയാണ്. വി അസ്യൂം ദിസ് m ടു ബി ബിഗ് വാല്യൂ കമ്പയർഡ് ടു ദ കോഎഫിഷ്യൻസ് ഓഫ് f. അതായത് ഈ m നമ്മൾ കൊടുക്കുന്ന സംഭവം ശരിക്കും ഒരു വലിയൊരു വാല്യൂ ആണ് അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യാം. അപ്പോൾ ചില ബുക്സിൽ ഇത് m ആക്കി തന്നെ കീപ്പ് ചെയ്യും. പക്ഷെ നിങ്ങളുടെ ബുക്കിൽ എമ്മിന് സ്പെസിഫിക് വാല്യൂ കൊടുത്തിട്ടാണ് ഒരു പ്രോബ്ലം പറയുന്നത്. അതായത് കമ്പയർഡ് ടു ദ കോഎഫിഷ്യൻസ്, അതായത് 4, 5 എന്ന കോഎഫിഷ്യൻസ് നിങ്ങളെ ഈ ഫംഗ്ഷൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോസ്റ്റ് കോഎഫിഷ്യൻസ് എടുക്കുക, 5, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിൻ്റെ കമ്പാരിറ്റീവ്ലി ഒരു വലിയ വാല്യൂ ആയിരിക്കണം എം, ഒരു പോസിറ്റീവ് വാല്യൂ എം എടുക്കും നമ്മൾ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക, എമ്മിനെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻ്റ് ആക്കി ഫിക്സ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. എന്നിട്ട് ഇന്നലെ ചെയ്ത പോലെ തന്നെ നമ്മൾ x7 x8 എലിമിനേറ്റ് ചെയ്യും. അതായത് ഇന്നലെ നമ്മൾ x7 x8 നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന മിനിമൈസ് ഒരു പുതിയ ഓക്സിലറി ഫംഗ്ഷൻ ഉണ്ടാക്കി g(x) is equal to x7 plus x8 എന്ന് എഴുതി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് x7 x8 നമ്മൾ റീപ്ലേസ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ഈ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ഈ x7 x8 എലിമിനേറ്റ് ചെയ്യണം. അതായത് x7 1 minus x1 plus x2 plus x5 എന്ന് എഴുതുക. അതുപോലെ x8 2 minus x1 minus 4x2 plus x6 എന്ന് എഴുതുക. നമ്മൾ ഇന്നലെ ചെയ്ത അതേ ഓപ്ഷൻ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈ രീതിയിലായി മാറും. അതായത് 4x1 plus 5x2 plus അതായത് എമ്മിന് ഞാൻ 100 ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ബിഗർ വാല്യൂ ഫിക്സ് ചെയ്യണം എന്നാണ് പറയുന്നത് നമ്മൾ ഈ എമ്മിന്. പിന്നീട് നമ്മളെ ബേസിസിലേക്ക് ഇവർ കയറി വരാണ്ടിരിക്കാൻ വേണ്ടിയൊരു പരിപാടിയാണ്. നമ്മുടെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞാൽ ബേസിസിൽ നിന്ന് ഇവരെ കളയുക എന്നുള്ളതാണ്. അപ്പം ഇവരെ ബേസിസിൽ നിന്ന് കളയുമ്പോൾ ഇവരെ വാല്യൂ 0 ആയി പോവും. എന്നിട്ട് ഒരിക്കലും നമ്മളെ f of x ഡിപ്പെൻഡ് ചെയ്യില്ല, എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാപിറ്റൽ എം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ ബുക്സ് റെഫർ ചെയ്യാൻ പറ്റില്ല. വേറെ ബുക്സ് റെഫർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഈ രീതിയിലായിരിക്കില്ല, ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള രീതിയിലല്ല ആ ബുക്കിലൊന്നും ചില ബുക്സിലുള്ള അപ്രോച്ച്. അതിൽ നമ്മൾ എനിക്കൊന്ന് എം സ്പെസിഫിക് വാല്യൂ കൊടുത്തന്നെ ചെയ്യാം. പക്ഷെ അതിൽ ഈ ടേബിളും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഈ ബുക്കിൽ ടേബിളും കാര്യങ്ങളും വേറെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ എനിവേ വി വിൽ ഫോളോ ദിസ് ബുക്ക് ബിക്കോസ് നമുക്ക് പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്ക് ഇതായതിനെക്കൊണ്ട് നമുക്ക് ഇത് ഫോളോ ചെയ്തേ പറ്റൂ. ഓക്കെ, സോ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ എലിമിനേറ്റ് ചെയ്യണം x7 x8. അപ്പം ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ x7 x8 പകരം നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന, അതായത് ഈ രണ്ട് ഇക്വേഷൻസിനും കിട്ടുന്ന x7 x8 റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായി മാറും നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. യു ക്യാൻ സി 4x1 plus 5x2 plus 100 times x7 plus 100 times x8. അത് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ ഈ രീതിയിൽ വരും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പുതിയ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സോ ദിസ് വിൽ ബി യുവർ ന്യൂ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. എന്നിട്ട് നമ്മൾ യൂഷ്വലായി ചെയ്യുന്ന അതേ ടെക്നിക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എഫ് എഴുതുമ്പോൾ നമ്മൾ ഈ ക്യാപിറ്റൽ എഫ് എഴുതുക ഇവിടെ.
ക്യാപിറ്റൽ എഫ് എഴുതുക. എന്നിട്ട് അതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഇവിടെ താഴെ എഴുതുക. ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ബാക്കി ടേബിൾ എടുത്ത് എഴുതുന്നതൊക്കെ സെയിം ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ എടുക്കുക? നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഈ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മൾ അഡീഷണൽ ആഡ് ചെയ്ത പോസിറ്റീവ് കോഎഫിഷ്യൻസ് 1 ആയിട്ടുള്ള അഡീഷണൽ ആഡ് ചെയ്ത എലിമെൻറ്റ്സ് ആണ് നമ്മൾ ബേസിക് സൊല്യൂഷനിൽ വരിക. ബേസിക് വേരിയബിൾസ് ആയിട്ട് ആദ്യം എടുക്കുക, അതായത് x3 x4 x7 x8. അപ്പം അത് നമ്മളിവിടെ എഴുതും. ആദ്യം x3 x4 x7 x8. എന്നിട്ട് നമ്മൾ അവരെ ബേസിക് വേരിയബിൾസ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വേരിയബിൾസ് നോൺ ബേസിക് ആവും. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്ര? 1 2 3 4 ഇക്വേഷൻസും 8 അൺനോൺസും ഉണ്ട്. അപ്പോൾ ടോട്ടൽ 8 - 4 4 അൺനോൺസ് നമ്മൾ നോൺ ബേസിക് ആക്കണം, അല്ലെങ്കിൽ 0 കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ബേസിക് ആക്കുന്നത് x3 x4 x7 x8 ആണ്. നോൺ ബേസിക് ആക്കുന്ന ബാക്കിയുള്ള x1 x2 x5 x6. അപ്പോൾ ഇവരെ വാല്യൂക്ക് 0 ആയിരിക്കും. നോൺ ബേസിക് ആകുമ്പോൾ ഇവരെ വാല്യൂക്ക് 0 ആയിരിക്കും. അപ്പോൾ ഇവരെ വാല്യൂ 0 കൊടുക്കുമ്പം നമുക്ക് ഓബിയസ്ലി x3ൻ്റെ വാല്യൂ 6 എന്ന് കിട്ടും, x4ൻ്റെ വാല്യൂ 5 എന്ന് കിട്ടും, x7ൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും, x8ൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. ആ സൊല്യൂഷനാണ് നമ്മുടെ സ്റ്റാർട്ടിങ് സൊല്യൂഷൻ. x3ൻ്റെ വാല്യൂ 6, x4ൻ്റെ വാല്യൂ 5, x7ൻ്റെ വാല്യൂ 1, x8ൻ്റെ വാല്യൂ 2. പിന്നെ നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ x1ൻ്റെയും x2ൻ്റെയും x3 എല്ലാ വേരിയബിൾസിൻ്റെയും കോഎഫിഷ്യൻസ് എടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ x1ൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുമ്പം എന്തൊക്കെയാണുള്ളത്? x1ൻ്റെ കോഎഫിഷ്യൻ എന്ന് പറയുമ്പോൾ 2 1 1 1 ആണ്. അപ്പോൾ അതായിരിക്കും P1 എന്ന് പറഞ്ഞ കോളത്തിന് താഴെ എഴുതുന്നുണ്ട്, 2 1 1 1. സിമിലർലി x2ൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ P2 ഈ കോളത്തിന് അണ്ടറിൽ എഴുതുക. x3ൻ്റെ കോഎഫിഷ്യൻസ്, x4ൻ്റെ കോഎഫിഷ്യൻസ്, x5 x6 x7 x8 ഇങ്ങനെ താഴോട്ട് എഴുതുക. പിന്നെ നമ്മൾ യൂഷ്വൽ പ്രൊസീജിയർ, പിന്നെ മാറ്റങ്ങളൊന്നുമില്ല. ഒറ്റ മാറ്റം പറഞ്ഞാൽ ഇതിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്നിട്ട് ആ എഫ് വെച്ചാൽ വർക്ക് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ എഫ് വെച്ചാൽ വർക്ക് ചെയ്യുന്നത്. ഇന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ജിയും എഫും സൈമിൾട്ടേനിയസ്ലി വർക്ക് ചെയ്തു. ആദ്യം ജിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നോക്കി, എന്നിട്ട് എഫിനോട് വർക്ക് ചെയ്തു. പക്ഷേ ഇവിടെ നമ്മൾ ഒറ്റയടിക്ക് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വേറെ ഡിഫൈൻ ചെയ്യണം, എഫ് എന്ന് പറഞ്ഞിട്ട്, ഇൻക്ലൂഡിങ് യുവർ ക്യാപിറ്റൽ എം. എന്നിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസ് ആക്ച്വലി മിനിമൈസ് എഫ് ഈസ് ഈക്വൽ ടു 300 മൈനസ് 196 x1 മൈനസ് 495 x2 പ്ലസ് 100 x5 പ്ലസ് 100 x6. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് എടുത്ത് ഇവിടെ എഴുതുക, ഈ കോളത്തിൽ എഴുതുക. x1ൻ്റെ കോഎഫിഷ്യൻറ്റ് മൈനസ് 196, x2ൻ്റെ കോഎഫിഷ്യൻറ്റ് മൈനസ് 495, x5ൻ്റെ കോഎഫിഷ്യൻറ്റ് 100, x6ൻ്റെ കോഎഫിഷ്യൻറ്റ് 100, ബാക്കിയെല്ലാം 0. പിന്നെ എഫിൻ്റെ വാല്യൂ മൈനസ് 300 വരും, കാരണം x1 x2 x3 x1 x2 x5 ആൻഡ് x6 0 എടുക്കുമ്പോൾ നിങ്ങളെ ഫംഗ്ഷൻ വാല്യൂ വരും 300 ആണ്. അപ്പോൾ ഇവിടെ മൈനസ് 300 വരും. ഓക്കെ, സോ പിന്നെയുള്ള യൂഷ്വൽ ടെക്നിക്കാണ്. ഇതിൽ മോസ്റ്റ് നെഗറ്റീവ് നോക്കും നമ്മൾ. ഇതിൽ മോസ്റ്റ് നെഗറ്റീവ് ഏതാ? മോസ്റ്റ് നെഗറ്റീവ് പറഞ്ഞാൽ മൈനസ് 495 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ബേസിസിലേക്ക് വരുന്ന എലിമെൻറ്റ് എന്ന് പറയുന്നത് x2 ആണ്. x2 ബേസിസിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ കോളം ഒന്ന് റൗണ്ട് ചെയ്യും, എന്നിട്ട് റേഷ്യോസ് കാണും. 6/1 5/2 1/1 2/4 കാണും. ഇതിൽ മിനിമം നോക്കും. അപ്പോൾ ഇതിൽ മിനിമം വരിക 2/4 ആയത് 1/2 ആണ്. അപ്പം ഈ എലിമെൻറ്റ് ബേസിസിന് പുറത്തേക്ക് പോകും, അതായത് x8 പുറത്തേക്ക് പോകും. എന്നിട്ട് x2 അകത്തേക്ക് വരും. സോ x2 അകത്തേക്ക് വരുമ്പം നമുക്കറിയാം, x2 അകത്തേക്ക് വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ 1 ആക്കണം, അടുത്ത ടേബിളിൽ ഈ പൊസിഷനിൽ 1 ആക്കണം. ബാക്കി എല്ലാ എൻട്രീസും, ഈ കോളത്തിലെ ബാക്കി എല്ലാ എൻട്രീസും 0s ആക്കണം, ഇൻക്ലൂഡിങ് എഫിൻ്റെ. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നു, 0 0 0 1. അപ്പം അതിനെ ചെയ്യുമ്പോഴുള്ള മാറ്റങ്ങളനുസരിച്ച് ബാക്കി എല്ലാ എലിമെൻസും മാറും. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം അത് സെയിം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 2 ക്ലാസ്സിലും. സെയിം ടെക്നിക്സ് യൂസ് ചെയ്യുക, എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെ സെക്കൻഡ് സ്റ്റേജ് എത്തുമ്പം അവിടെ അതുപോലെ മോസ്റ്റ് നെഗറ്റീവ് എടുക്കുക. ഇവിടെ 2 നെഗറ്റീവ് വാല്യൂസ് ഉണ്ട്, മൈനസ് 289/4 ഉണ്ട്, മൈനസ് 95/4 ഉണ്ട്. അപ്പോൾ ഇതിൽ മോസ്റ്റ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് 289/4 ആണ്. അപ്പോൾ ഓബിയസ്ലി ഇത് അകത്തേക്ക് വരണം. അപ്പോൾ പുതിയ വേരിയബിൾ അകത്തേക്ക് വരുന്നത് x1 ആയിരിക്കും. എന്നിട്ട് റേഷ്യോസ് കാണുക, 11/2/7/4. ഇത് ഇങ്ങനെ റേഷ്യോസ് കാണുക. ഇതിൽ മിനിമം പുറത്തേക്ക് പോവുക. അപ്പോൾ ഇതിൽ മിനിമം പോവുക ഈ സ്റ്റെപ്പിൽ x7 ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഓബിയസ്ലി x1ൻ്റെ ഈ കോളം എന്ത് ചെയ്യണം? ഈ പൊസിഷൻ, ഈ റൗണ്ട് ചെയ്ത പൊസിഷൻ 1 ആക്കണം, ബാക്കി എല്ലാം 0 ആക്കണം ഈ കോളത്തിലുള്ള. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിലേക്ക് എത്തും. അപ്പോൾ ഈ സ്റ്റെപ്പ് എത്തിക്കഴിയുമ്പം നമുക്ക് ഈ പ്രോബ്ലം ശരിക്കും 3 സ്റ്റെപ്പിൽ എൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം
വിൽ ഗെറ്റ് -28. ഇവിടെ നമുക്ക് 0 ആക്കണം, അപ്പോൾ നമ്മൾ 0 ആക്കി. ബാക്കി എൻട്രീസ് എല്ലാം അതുപോലെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ 11/3 എന്നും വരും, ഇവിടെ 1/3 എന്നും വരും, ഇവിടെ 289/3, 299/3. ഈ വാല്യൂസ് ജസ്റ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് കിട്ടും നമുക്ക് ഈ സ്റ്റെപ്പിൽ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പിലെല്ലാം പോസിറ്റീവ് കിട്ടുന്ന മീനിങ് എന്താ? ഈ കോഎഫിഷ്യൻസ് എല്ലാം പോസിറ്റീവ് ആകുമ്പോൾ അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഫർദർ ഇമ്പ്രൂവ്മെൻറ്റ് ഈ പ്രോബ്ലത്തിൽ നടക്കില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് നമ്മളെ എഫിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ കിട്ടും. അപ്പം എഫ് എന്ന് പറഞ്ഞാൽ എഫ് -13/3 ഈസ് ഈക്വൽ ടു 11/3xy പ്ലസ് 1/3x6 പ്ലസ് 289/3x7 പ്ലസ് 299/3x8 എന്ന് കിട്ടും. ബാക്കി എല്ലാ കോഎഫിഷ്യൻസും 0 ആണ്, x1 x2 x3 x4. അപ്പോൾ നമ്മൾ ഇവിടെ ഈ സ്റ്റെപ്പിൽ നോക്കുമ്പോൾ ബേസിക് വേരിയബിൾസ് x3 x4 x1 x2 ആണ്. അപ്പോൾ ബാക്കിയുള്ള x5 x6 x7 x8 എല്ലാം സീറോസ് ആണ്, അത് നോൺ ബേസിക് ആണ്. അപ്പോൾ എഫിൻ്റെ വാല്യൂ 13/3 കിട്ടും. സോ വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എഫ് എസ് 13/3. ഇതേ വാല്യൂ വരെ നമുക്ക് ഇന്നലെ നമ്മൾ 2 ഫേസ് മെത്തേഡ് ചെയ്തപ്പോഴും കിട്ടിയത്. 2 ഫേസ് മെത്തേഡിൽ എനിക്ക് നമുക്ക് കിട്ടിയ സെയിം വാല്യൂ ആണെന്ന് തോന്നുന്നു. ഇന്നലെ നമുക്ക് കിട്ടിയ എഫിൻ്റെ വാല്യൂ 13/3 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഇതുപോലെ 2 ഫേസ് മെത്തേഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ബിഗം മെത്തേഡ് ചെയ്യാം. ബിഗം മെത്തേഡ് ഞാൻ പറഞ്ഞു ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻറ്റ് നിങ്ങളെ എഫിൽ എം ആക്കി കൊടുക്കണം, ഒരു ഹയർ നമ്പർ കൊടുക്കണം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ കൊടുത്ത 100 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഹയർ നമ്പർ കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇന്നലെ ചെയ്ത പോലെ ഒരു പുതിയ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യണം. അതിൽ x7 x8 ആർട്ടിഫിഷ്യൽ വേരിയബിൾസിനെ എലിമിനേറ്റ് ചെയ്യണം. എന്നിട്ട് കിട്ടുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ബിഗം മെത്തേഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ പ്രോബ്ലംസ് ഞാൻ ഇട്ട് തരുന്നുണ്ട്. യു ക്യാൻ ട്രൈ ദോസ് പ്രോബ്ലംസ്. മേ ബി ഐ വിൽ പുട്ട് ആൻ അസൈൻമെൻറ്റ് ഷീറ്റ് ഫോർ യു റിഗാർഡിങ് ഓൾ ദ പ്രോബ്ലംസ് വാട്ട് വി ഹവ്, ഓൾ ടെക്നിക്സ് പാർട്ട് ചെയ്യണം. ഇതുവരെ ചെയ്ത എല്ലാ പ്രോബ്ലംസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസും ഇൻക്ലൂഡ് ചെയ്യുന്ന അസൈൻമെൻറ്റ് ഷീറ്റ്സ് ഇട്ട് തരുന്നുണ്ട്. ആൾജിബ്രയ്ക്കും ഇതിനും അതുപോലെ ODEനും ഇട്ട് തരാം. അപ്പം ദിസ് ഹൗ യു ഡു ബിഗം മെത്തേഡ്. അപ്പം ഇതിലെന്ത് സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ പറഞ്ഞ എന്ത് സംശയമുണ്ടോ? എനിക്ക് തോന്നുന്നു ഇതായിരിക്കും കുറച്ചും കൂടി ചെയ്യാൻ എളുപ്പം കമ്പയർ ടു ദ 2 ഫേസ് മെത്തേഡ്. സം പ്രോബ്ലംസിൽ 2 ഫേസ് മെത്തേഡ് ഇപ്പം എനിക്ക് നിങ്ങളെ കാഴ്ചപ്പാട് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കും, നിങ്ങളോട് സ്പെസിഫിക്കലി 2 ഫേസ് മെത്തേഡ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ബിഗം മെത്തേഡിൽ ചെയ്യാൻ പറയും. പ്രോബ്ലംസ് ഒക്കെ അഥവാ ചോദിക്കുകയാണെങ്കിൽ, എക്സാമിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കാം. പൊതുവേ 2 ഫേസിൽ ചെയ്യാനാണ് ചോദിക്കുക, കാരണം അത് കുറച്ചും കൂടി ഒരു ട്രിക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അത് തന്നെ എല്ലാവരും അധികം കാണാറ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹൗ വി സോൾവ് പ്രോബ്ലംസ് വിച്ച് ഇൻക്ലൂഡ് greater than equal to symbols with positive right hand side. Okay, greater than equal to symbols. Yeah, hello, m 100 ആണ് അപ്പോൾ എടുക്കുക. എപ്പോഴും എടുക്കുക 100 എന്നല്ല, ഒരു ഹയസ്റ്റ് വാല്യൂ എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം കോസ്റ്റ് കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഇതിപ്പം 4 5 ഒക്കെ അതിനെ കൊണ്ട് ഒരു കമ്പാരിറ്റീവ്ലി ബിഗർ നമ്പർ എടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതിലൊക്കെ വലിയ നമ്പർ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇത് ഈ ചെറിയ കാൽക്കുലേഷൻസ്, ചെറിയൊരു ഇവിടെ വരുന്ന കാൽക്കുലേഷൻസ് ഉണ്ട് താഴെ വരുന്ന ഈ എഫിൻ്റെ കോളത്തിൽ, അത് കുറച്ചൊരു ഇതാവുന്നുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പണ്ട് വേറെ ബുക്കിലൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഈ എമ്മിന് വാല്യൂ കൊടുക്കുന്നില്ല, അത് എം ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. അതായത് ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മളിവിടെ 100 വെച്ച് മൾട്ടിപ്ലൈ ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഇതിന് പകരം എം തന്നെ കൊടുത്തിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് സിംപ്ലിഫൈ എടുക്കുമ്പോൾ കുറച്ചൊരു നമ്മൾ ഈ ബുക്കിലെ ഫോളോ ചെയ്യുന്ന ടെക്നിക്ക് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടായി മാറും. മനസ്സിലായോ? ഈ ബുക്കിൽ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് ആ പ്രശ്നം. മറ്റേ ബുക്കിലൊക്കെ ഞാൻ വേറെ ബുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ അവർ ഈ ഫോളോ ചെയ്യുന്ന ടൈപ്പ് ഇങ്ങനെയല്ല. ഈ സിംപ്ലക്സ് മെത്തേഡിന് ചെറിയൊരു മാറ്റങ്ങളുണ്ട് ഈ ടേബിളിന്. അവിടെ നമ്മൾ എം തന്നെയാണ് കീപ്പ് ചെയ്യുക, മറ്റേ എം വെച്ച് തന്നെ വർക്ക് ചെയ്യും. പക്ഷേ ഈ ബുക്കിൽ ഞാൻ സ്പെസിഫിക്, ഞാൻ ഈ ബുക്ക് ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് അതാ ഞാൻ പറഞ്ഞു, ഈ ബുക്കിൽ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു അഡ്വാൻസ്ഡ് അല്ല എന്ന് തോന്നി എനിക്ക്. ഓക്കെ, സോ മേ ബി അത് ചിലപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിനായിരിക്കും. കാരണം ഞാൻ ആ ബുക്ക് വായിച്ചതിനെ കൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നിങ്ങൾ ഹയർ വാല്യൂ എടുത്താൽ മതി. പ്രോബ്ലംസ് വരുമ്പം കമ്പാരിറ്റീവ്ലി ഒരു ബിഗർ വാല്യൂ എടുക്കുക. അപ്പോൾ കമ്പാരിറ്റീവ് വെച്ചാൽ ഈ കോസ്റ്റ് കോഎഫിഷ്യൻറ്റിനെക്കാട്ടും അത്യാവശ്യം ബിഗർ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ ബുക്കിൽ പറയുന്നത് വെച്ചാൽ കോസ്റ്റ് കോഎഫിഷ്യൻറ്റിനെക്കാട്ടും അത്യാവശ്യം വലുതായിട്ടുള്ളൊരു, അതായത് വി ചൂസ്
എം എസ് ആർബിട്രറി ലാർജ് നമ്പർ ആസ് കമ്പയർഡ് ടു ദ കോഎഫിഷ്യൻസ് ഇൻ എഫ് എന്ന് പറയുന്നത്. സോ ഒരു ആർബിട്രറി ബിഗർ പോസിറ്റീവ് നമ്പർ എടുക്കുക എം, എന്നിട്ട് വർക്ക് ചെയ്യാം. അപ്പോഴേ നിങ്ങൾക്ക് ഇവിടെ ഈ എം എഫ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിവിടെ എം കൊടുത്താൽ എന്താ സംഭവിക്കുക? അപ്പോൾ നിങ്ങൾ നോക്കൂടെ, നമ്മൾ എം കൊടുത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അങ്ങനെ വരും 4x1 plus 5x2 plus m minus m minus m into x1 minus mx2 minus plus mx5 plus 200 minus mx1 സാർ എം അല്ലേ 200 അല്ലേ? സോറി 200 അല്ല 2m അല്ലേ 2m 2m minus mx1 minus 4m x1 plus mx6. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ എന്താ കിട്ടുക? 4x1 അത് x1ൻ്റെ കോഫിഷ്യന്റ് 4 എന്താ പറഞ്ഞ 4mx2 ആണ് ഇതില്ലേ? ഓക്കെ. So when you take coefficients of x1 together, you get something like 4 minus m, 4 minus 2m x1 plus x2 എടുക്കുമ്പം 5 minus m minus 4m x2 plus x6. So x1 എടുത്ത് നമ്മൾ ഇനി x5 ഉണ്ട്. x5 എടുക്കുകയാണെങ്കിൽ you get m, okay, mxy, then we have plus mx6 plus m plus 2m 3m. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. Okay, so yeah, so these values something like 4 minus 2m, 5 minus 5m, m 3m. അപ്പോൾ എം ഒരു പോസിറ്റീവ് വാല്യൂ ആണെന്ന് മനസ്സിൽ കണ്ടുവേണം നമുക്ക് വർക്ക് ചെയ്യാൻ തോന്നുന്നില്ല. ഇവിടെ നിങ്ങൾ എം ഇട്ട് തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ മേ ബി വി ക്യാൻ യൂസ്, ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതായത് ഇവിടെ ഞാൻ എത്ര ചെയ്യുന്നുള്ളൂ, നമ്മൾ 100 മാറ്റി നമ്മൾ എം കൊടുക്കുക. അപ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള കോഎഫിഷ്യൻറ്റ് മാറും. അപ്പോൾ x1ൻ്റെ കോഎഫിഷ്യൻറ്റ് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 4 minus 2m എന്ന് വരും. അല്ല, ഈ -196 സ്ഥലത്ത് 4 minus 2m എന്ന് വരും. ഇവിടെ 5 minus 5m എന്ന് വരും. ഇവിടെ m, ഇവിടെ m. അപ്പം 4 minus 2m ഉം 5 minus 5m. അപ്പം m ഒരു ലാർജർ വാല്യൂ ആണെങ്കിൽ we can tell that maybe when m is sufficiently large നമുക്ക് പറയാം ഇതാണ് നെഗറ്റീവ് വരിക എന്ന് പറയാം. അപ്പം ഇതാണ് എൻട്രി വരിക. അങ്ങനെ വേണം ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. പക്ഷെ ഐ തിങ്ക് നിങ്ങളങ്ങനെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കൂ, അങ്ങനെയും ചെയ്ത് നോക്കൂ. എന്നിട്ട് പക്ഷെ അതിൽ ചെറിയ ഒരു കൺഫ്യൂഷൻ വരുന്നതെന്ന് വെച്ചാൽ ചിലപ്പം അതുകൊണ്ടാണ് എനിക്കൊന്ന് എം സഫിഷ്യൻ്റ്ലി ലാർജ് എടുക്കാൻ പറയുന്നത്. സഫിഷ്യൻ്റ്ലി ലാർജ് എടുക്കുമ്പം ആ ഒരു പ്രശ്നം വരില്ല. അതായത് ഇതിൻ്റെ മോസ്റ്റ് നെഗറ്റീവ് വരിക. ഇത് -5m വരുന്നുണ്ടല്ലോ, -5m -2m, ഇത് ചെറിയ വാല്യൂ ആണല്ലോ 4ഉം 5ഉം. സോ ഇപ്പോൾ കോസ്റ്റ് കോഎഫിഷ്യൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം സഫിഷ്യൻ്റ്ലി ലാർജർ വാല്യൂ എം എടുത്തു കഴിഞ്ഞാൽ ഈ അവർ പറയുന്ന ഈ ടെക്നിക്ക് നമുക്ക് വേണമെങ്കിൽ എം വെച്ചിട്ട് തന്നെ ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ദേ ആസ്കിങ് ടു ഗിവ് എ സ്പെസിഫിക് വാല്യൂ ആൻഡ് ഡു ദ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ നോട്ട്സ് ഞാൻ അയച്ചു തരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇത് എം ഒക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കൂ. ഇവിടെ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഇത് ഈ താഴെ വരുന്ന ഈ സ്ഥലത്ത് മാത്രമേ വ്യത്യാസം വരുള്ളൂ. എനിവേ നിങ്ങൾ ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പം ഇവിടെ എല്ലാം ഒരു പോസിറ്റീവ് ടേം വരണം. അതിൽ ചിലപ്പോൾ ഇതൊക്കെ എമ്മിൻ്റെ ടേംസിൽ വരും പോസിറ്റീവായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ഈ പ്രോബ്ലം. ഓക്കെ, സോ ടൈം ബീങ് ആസ് പെർ യുവർ പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ഇറ്റ് ഈസ് സം വാല്യൂ, ദേ ആർ ഗിവിങ് സം വാല്യൂ. ഒരു വാല്യൂ എടുത്തിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എം എടുത്ത് വേണം വർക്ക് ചെയ്യാൻ എനിക്ക് തോന്നുന്നു, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതന്നെ ഫോളോ ചെയ്യുക. കാരണം ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ ടീച്ചേഴ്സ് ഫോളോ ചെയ്യുക.
വാല്യൂഷൻ ക്യാമ്പിലൊക്കെ. അപ്പം ദേ മേ ഹാവ് സം കീ ആൻഡ് ഇതുണ്ട്. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യുക. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. കോസ്റ്റ് കോഫിഷ്യൻസ് നോക്കുക, അതിനെ കമ്പാരിറ്റീവ്ലി ആയിട്ട് ഒരു ബിഗർ എം എടുക്കുക, അത്ര വർക്ക് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അതൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. സോ എനിവേ യു ക്യാൻ വർക്ക് ഇൻ ബോത്ത് വേസ്. നമുക്ക് ഈ വേയിലും വർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ 2 phase മെത്തേഡിലും വർക്ക് ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലം ചെയ്യാം. അത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വിത്ത് പോസിറ്റീവ് റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്ന പ്രോബ്ലംസ് നമുക്ക് ഈ രീതിയിലും 2 രീതിയിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ബിഗ് എം മെത്തേഡ് യൂസ് ചെയ്യുക. Now I would like to mention one thing. There is a concept of degeneracy in our simplex table. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലംസിലൊക്കെ നമുക്ക് ഒരാൾ മാത്രമേ ബേസിസിനെ പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടുള്ളൂ ഓരോ സ്റ്റെപ്പിലും, അല്ലേ? നമ്മൾ മോസ്റ്റ് മിനിമം എടുക്കുമ്പം, ഇപ്പം നമ്മളിപ്പോൾ ഈ പ്രോബ്ലം തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് മിനിമം കിട്ടുന്നത് ഈ ഒരു സിംഗിൾ പൊസിഷനിലായിരുന്നു. അതായത് 2/4 1/2. ഇത് മിനിമം നോക്കിയത് ഈ റേഷ്യോ വെച്ചിട്ടായിരുന്നു, 2/4 അത് 1/2. സപ്പോസ് നിങ്ങൾക്ക് വേറൊരു വേരിയബിളിനും കൂടി, അതായത് വേറൊരു വേരിയബിൾ ബേസിസിലുള്ള വേറെ വേരിയബിളിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് സപ്പോസ് ഈ 2/4 തന്നെ കിട്ടിയെന്ന് വിചാരിക്കാം. അതായത് 2 സ്ഥലത്ത് ഒരേ മിനിമം റേഷ്യോ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ആരെ പുറത്തേക്ക് വിടാമെന്ന്. ഓക്കെ, ആരെ പുറത്തേക്ക് വിടാമെന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പം എന്താ സംഭവിക്കുക, ചിലപ്പം അടുത്ത സ്റ്റെപ്പിൽ ഇപ്പം നിങ്ങൾ ഇതിലൊരാളെ ചൂസ് ചെയ്തു, ആർബിട്രറി ഒരാളെ ചൂസ് ചെയ്തു, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ചിലപ്പം വരുന്ന ഈ ബേസിക് വേരിയബിളിൻ്റെ വാല്യൂസ്, അതായത് നമ്മൾ പുറത്തേക്ക് വിടാതെ പോയ ബേസിക് വേരിയബിൾസിൻ്റെ വാല്യൂസ് ചിലപ്പം 0 ആവാം, അതായത് 0 ആയി പോകും, അതായത് നോൺ ബേസിക് ആ രീതിയിലായി പോകും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന ആ സിറ്റുവേഷനാണ് നമ്മൾ ഡീജനറസി എന്ന് പറയാം. അതായത് ഒന്ന് കൂടുതൽ എലിമെൻറ്റ്സ് ബേസിസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടുണ്ടാവും ഈ മിനിമം റേഷ്യോ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ആർബിട്രറി ആരെ വേണമെങ്കിലും പുറത്തേക്ക് വിടാം. ചിലപ്പോൾ ഇയാളെ വിടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇയാളെ വിടുമ്പോൾ 2 സ്റ്റെപ്പിൽ നമ്മൾ ആൻസറിലേക്ക് എത്തും, ചിലപ്പോൾ ഇയാളെ വിടുമ്പോൾ നമ്മൾ 4 സ്റ്റെപ്പിൽ ആൻസറിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെ പലതും സംഭവിക്കാം. സോ പക്ഷേ ഡീജനറസീൻ്റെ ഒരു ടാക്കിൾ ചെയ്യുന്ന ടെക്നിക്കൊന്നും നിങ്ങൾക്ക് സിലബസിലില്ല, പഠിക്കാനില്ല. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതിനെ നമ്മൾ ഡീജനറസി എന്ന് പറയാം എന്ന് മാത്രം മനസ്സിലാക്കുക. അതായത് ഇപ്പം സംഭവം ഇത്രയേ ഉള്ളൂ, ഒന്ന് കൂടുതൽ എലിമെൻറ്റ്സ് ബേസിസ് എലിമെൻറ്റ്സ് ആവാതെ ഒന്ന് കൂടുതൽ ബേസിക് എലിമെൻറ്റ്സ് ബേസിക് വേരിയബിൾസ് നോൺ ബേസിക് ആവാൻ റെഡി ആവുന്ന സിറ്റുവേഷൻ, അതായത് സെയിം ഇത് വരുന്ന സിറ്റുവേഷൻ, സെയിം റേഷ്യോ വരുന്ന സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് ഒരാളെ പുറത്തേക്ക് വിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾ നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ചിലപ്പം ഇയാളെ കൂടാണ്ട് ചിലപ്പോൾ ഈ എലിമെൻറ്റും 0 ആയി പോകും. അപ്പോൾ ഒന്ന് കൂടുതൽ ബേസിക് വേരിയബിൾസിൻ്റെ വാല്യൂസ് ഇവിടെ 0 വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന് കൂടുതലല്ല, ആവശ്യമുള്ളതിനേക്കാളും കൂടുതൽ ബേസിക് വേരിയബിൾസിൻ്റെ വാല്യൂസ് ഇവിടെ 0 വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു കേസിനാണ് നമ്മൾ ഡീജനറസി എന്ന് പറയാം. ഓക്കെ, അപ്പം അതാണ് അവിടെ ഞാൻ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. Two or more ratios could be same while determining which variable leaves the basis in a step of simplex table, and one can arbitrarily decide. നമുക്ക് ഡിസൈഡ് ചെയ്യാം ആരെ പുറത്തേക്ക് വിടണമെന്ന് with the variables which tied with it and continue to remain in the basis and also become 0. അതായത് അവർ ചിലപ്പം അടുത്ത സ്റ്റെപ്പിൽ ആ ബേസിക് വേരിയബിൾസിൻ്റെ ആ പുറത്തേക്ക് പോകാത്ത ബേസിക് വേരിയബിൾ ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂ 0 ആയി പോകും. അപ്പോൾ നമുക്ക് ശരിക്കും നോൺ ബേസിക് വേരിയബിൾസിൻ്റെ വാല്യൂ 0 വരിക. അപ്പോൾ ഒന്ന് കൂടുതൽ ബേസിക് വേരിയബിൾസിൻ്റെ വാല്യൂസ് 0 വരുമ്പോൾ നമുക്ക് അതിനെ ഡീജനറസി, ആ സ്റ്റേജിൽ നമ്മൾ ഡീജനറസി എന്ന് പറയും, ഡീജനറേറ്റ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ ഡീജനറസി. ഓക്കെ, അപ്പോൾ അതിനെ ഫർദറൊന്നും അധികമൊന്നും പറയാനില്ല. അധികം അതിന് ടാക്കിൾ ചെയ്യാൻ ഒരുപാട് ടെക്നിക്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അതൊന്നും നമുക്ക് എന്തായാലും ഇവിടെ ഡിസ്കഷനിൽ വരുന്നില്ല. ഓക്കെ, സോ we will move to something new to study today. New means there is a notion of simplest multipliers ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിന് മുമ്പ് ഞാൻ ഈ ഡുവാലിറ്റി എന്ന് പറയാം. So what do you mean by duality in linear programming problems? So that we'll see today. So ഈ ഡുവാലിറ്റി എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന പ്രോബ്ലത്തിന് നമ്മൾ പ്രൈമൽ പ്രോബ്ലം എന്ന് വിളിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒറിജിനൽ പ്രോബ്ലം നമ്മൾ പ്രൈമൽ പ്രോബ്ലം എന്ന് വിളിച്ചാൽ അതിൻ്റെ ഒരു ഡുവൽ പ്രോബ്ലം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളടുത്തൊരു ഇങ്ങനത്തെ ഒരു LPP ഉണ്ട്, ഒരു മിനിമൈസേഷൻ ഓഫ് f of x is equal to c of x, c into x subject to the conditions ax greater than equal to b where x is greater than equal to 0. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡുവൽ പ്രോബ്ലം ഉണ്ട്.
അപ്പം അതായത് ഇത് സോൾവ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്താലും മതി എന്നതിൻ്റെ മീനിങ്. അതായത് ഇത് സോൾവ് ചെയ്യുന്നതിന് പകരം ഈ പ്രോബ്ലം സോൾവ് ചെയ്താലും മതി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ആ ഒരു സിറ്റുവേഷൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഡുവൽ പ്രോബ്ലം കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. അതായത് ഒരു പെർട്ടിക്കുലർ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എടുത്താൽ അതിനെ നമ്മൾ ഒറിജിനൽ പ്രോബ്ലത്തെ നമ്മൾ പ്രൈമൽ പ്രോബ്ലം എന്ന് വിളിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാ എടുക്കുന്ന പ്രോബ്ലം ഇത് പ്രൈമൽ പ്രോബ്ലം എന്ന് വിളിക്കും. എന്നിട്ട് ഒരു ഡുവൽ പ്രോബ്ലം കൺസ്ട്രക്ട് ചെയ്യും. അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് സപ്പോസ് നിങ്ങളൊരു കേസ് വർക്ക് ചെയ്യണം. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മിനിമൈസ് സേ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സേ 2x1 പ്ലസ് 3x2 പ്ലസ് 4x3 പ്ലസ് 5x4 subject to the conditions say x1 plus 2x2 minus 3x3 plus 4x4 greater than equal to 5. പിന്നെ ഒരു 3x1 plus 2x2 minus 3x3 plus 4x4 minus 4x4 greater than equal to some 10. അങ്ങനെ രണ്ട് ഇക്വേഷൻസും സബ്ജക്ട് ടു നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് പറഞ്ഞിട്ട് x1 x2 x3 x4 ഇതെല്ലാം greater than equal to 0 എന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഇത് നിങ്ങൾ ഏത് ടെക്നിക്കിലാണ് സോൾവ് ചെയ്യുക? ഇങ്ങനൊരു പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടി, ഇത് നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? മിനിമൈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x1 പ്ലസ് 3x2 പ്ലസ് 4x3 പ്ലസ് 5x4 നാല് വേരിയബിൾസ് ഉണ്ട് ഇവിടെ, രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യണം. അത് നിങ്ങൾ ഏത് ടെക്നിക്കിലാണ് സോൾവ് ചെയ്യുക? രണ്ടും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ്. 2 ബിഗ്ഗമോ, അതായത് നിങ്ങൾ സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യും അല്ലേ? സിംപ്ലക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യും. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ഡുവൽ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഇതിൻ്റെ ഡുവൽ കണ്ടുപിടിക്കുമ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു മിനിമൈസേഷൻ്റെ ഡുവൽ എപ്പോഴും ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരിക്കും. പിന്നെ ഇവിടെ വരുന്ന ഈ വലത്ത് ഭാഗത്ത് വരുന്ന കോഎഫിഷ്യൻസ് ആയിരിക്കും ഇവിടെ വരുന്ന നമ്മളെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് വരിക. ഓക്കെ, പിന്നെ ഈ x1ൻ്റെ വേരിയബിൾസ് ഉണ്ടല്ലോ, അത് അടങ്ങുന്ന ഈ 1ഉം 3ഉം ആയിരിക്കും നമ്മളെ, അതിപ്പോൾ ഇങ്ങനെ വരിക ഏകദേശം 5. അതായത് പുതിയ വേരിയബിൾസ് ഇവിടെ ഇപ്പോൾ എത്ര ഇക്വേഷൻസ് ഉണ്ട്? അവിടെ 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പം 2 ഇക്വേഷൻസ് ആയതുകൊണ്ട് നമ്മൾ പുതിയ 2 വേരിയബിൾസ് എടുക്കും. ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഡുവൽ പ്രോബ്ലം ആട്ടോ, ഞാൻ പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, പക്ഷേ ജസ്റ്റ് ഒന്ന് ഒരു മോട്ടിവേഷൻ വേണ്ടി പറയുന്നത് മാത്രം. അപ്പോൾ അത് 5y1 പ്ലസ് 10y2 ആവും. ഓക്കെ, അതായത് ഇതിൻ്റെ വലത്ത് ഭാഗത്തുള്ള കോഎഫിഷ്യൻസ് നമ്മളിവിടെ അതിൻ്റെ കോസ്റ്റ് കോഎഫിഷ്യൻസ് ആക്കി വരും. ഈ x1ൻ്റെ കോഎഫിഷ്യൻറ്റ്, അതായത് നിങ്ങളെ പ്രൈമൽ പ്രോബ്ലത്തിലുള്ള x1ൻ്റെ കോഎഫിഷ്യൻ്റാണ് പുതിയ ഇതായിട്ട് വരിക, ഒരു ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരിക. അപ്പം 1 ടൈംസ് y1 പ്ലസ് 3 ടൈംസ് y2 ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ഈ കോഎഫിഷ്യൻ്റ് വരും 2. പിന്നെ x2ൻ്റെ കോഎഫിഷ്യൻ്റ് 2ഉം 2ഉം, അപ്പോൾ 2 ടൈംസ് y1 പ്ലസ് 2 ടൈംസ് y2 ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ഈ കോഎഫിഷ്യൻ്റ് വരും 3. പിന്നെ x3ൻ്റെ നോക്കുമ്പോൾ മൈനസ് 3y1 പ്ലസ് മൈനസ് 3y2 ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ഈ 4 വരും. അടുത്ത ഇക്വേഷൻ വരുന്നത് വെച്ചാൽ 4y1 പ്ലസ് മൈനസ് 4y2 ഇസ് ലെസ് ദാൻ ഈക്വൽ ടു 5 വരും. അതിവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് മിനിമൈസേഷനിൽ വരിക ശരിക്കും സ്റ്റാൻഡേർഡ് ഫോമിൽ. അപ്പം ഇതിൻ്റെ ഡുവലിൽ ശരിക്കും എല്ലാം ലെസ് ദാൻ ഈക്വൽ ടു വരും. പിന്നെ ഈ x1 x2ൻ്റെ കോഎഫിഷ്യൻസ് വരുന്ന ഈ കോഎഫിഷ്യൻ്റ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് ഫോം ചെയ്യും. ഈ ഫസ്റ്റ് കൺസ്ട്രെയിൻ്റെ വലത്ത് ഭാഗത്തുള്ള 2 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള x1ൻ്റെ കോസ്റ്റ് ഫംഗ്ഷൻ ആയിരിക്കും, അത് കോഎഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ x2 എടുക്കുമ്പോൾ 2 വരുമ്പോൾ 2y1 പ്ലസ് 2y2 ലെസ് ദാൻ ഈക്വൽ ടു ഈ കോസ്റ്റ് കോഎഫിഷ്യൻ്റ് വരും. അങ്ങനെ ആ രീതിയിൽ. അപ്പോൾ ഇതാണ് ശരിക്കും ഈ ഞാൻ എഴുതിയിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ ഡുവൽ പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡിലും ചെയ്തുകൂടെ? ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്തുകൂടെ? കാരണം 2 വേരിയബിൾസ് അല്ലേ ഉള്ളൂ. 2 വേരിയബിൾസുള്ള പ്രോബ്ലം നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ സിംപ്ലക്സ് മെത്തേഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ ഗ്രാഫിക്കൽ മെത്തേഡിലും ചെയ്യാം, എന്നിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ആക്ച്വലി വൺ വേ ഓഫ് സോൾവിങ് ദിസ് പ്രോബ്ലം. അപ്പം അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും നമ്മൾ. അപ്പോൾ തൽക്കാലം നമുക്ക് ഒരു പ്രൈമൽ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ അതിന് ഡുവൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് അറിയണം. എന്നിട്ട് നമുക്കത് സോൾവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. മീൻസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ
സൊല്യൂഷൻ ഫോർ ദാറ്റ്. അപ്പോൾ അതിന് കുറച്ച് തിയറംസ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് പറയണം ആദ്യം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ അത് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ അതിൻ്റെ സൊല്യൂഷനായിട്ട് റിലേറ്റ് ആവുന്നതെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ആദ്യം നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ കൺവേർഷൻ അറിയണം ആദ്യം. അതായത് ഈ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രോബ്ലം വെച്ചാൽ അതിന് തിരിച്ച് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് കുറേ ടൈപ്പ് ഓഫ് കേസ് വരാം. ഇതിപ്പോൾ ബേസിക് ആയിട്ടൊരു കേസ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസ് ഒക്കെ ലെസ് ദാൻ ഈക്വൽ ടു മാറി ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മാറി ലെസ് ദാൻ ഈക്വൽ ടു വരാം, ഈക്വൽ ടു വരാം. അതുപോലെ വേരിയബിൾസ് ഇവിടെ അൺറെസ്ട്രിക്റ്റഡ് വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം എങ്ങനെ ഈ ഡുവൽ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആവണം. അപ്പോൾ ആദ്യം ഡുവൽ മര്യാദയ്ക്ക് ഡിഫൈൻ ചെയ്താൽ മാത്രമല്ല നമുക്ക് സൊല്യൂഷൻ പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ റിലേഷൻ വരുന്നത് ഞാൻ പിന്നെ പറയും. y1 y2, അപ്പോൾ നമുക്ക് ഇവിടെ 2 സൊല്യൂഷൻ കിട്ടുന്നുണ്ട്, y1 y2. ഇവിടെ നമുക്ക് വേണ്ടത് 4 വേരിയബിൾസും സൊല്യൂഷനാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ കുറച്ച് ഡുവാലിറ്റി റിലേറ്റഡ് തിയറംസ് പറയാനുണ്ട്. അതിന് ശേഷം വി വിൽ ഡിസ്കസ് ദ ഡുവൽ സിംപ്ലക്സ് മെത്തേഡ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, സോ അതവിടെ പറയാം. പക്ഷേ ഇപ്പം നമുക്ക് തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. അതായത് ഒരു പ്രൈമൽ പ്രോബ്ലം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡുവൽ സോൾവ് ചെയ്ത് നോക്കിയാലും മതി. അപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതാണുള്ളതെങ്കിൽ ഒബ്വിയസ്ലി ഇത് തിരിച്ചും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡുവൽ ഓഫ് ഡുവൽ എന്ന് പറഞ്ഞാൽ പ്രൈമൽ നിന്ന് കിട്ടും. അതായത് നിങ്ങൾ ഈ പ്രോബ്ലം എടുത്തല്ലോ, ഇതിന് നിങ്ങൾ വീണ്ടും ഡുവൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ഈ പ്രോബ്ലത്തിലേക്ക് തന്നെ എത്തും. അതായത് ഫസ്റ്റ് തിയറം നമുക്ക് പഠിക്കാനുള്ളത് ഡുവൽ ഓഫ് ഡുവൽ ഇസ് പ്രൈമൽ പ്രോബ്ലം എന്ന്. അപ്പോൾ ആ രീതിയിൽ ഓക്കെ. സോ വിൽ ജസ്റ്റ് സീ ഹൗ ആർ ദീസ് തിങ്സ് വർക്കിംഗ്, എങ്ങനെയാണ് ഈ കൺവേർഷൻ നോക്കാം. അപ്പം ഇതിനുള്ള സ്റ്റാൻഡേർഡ് ഫോം എന്ന് വെച്ചാൽ ഈ മിനിമൈസേഷൻ പ്രോബ്ലത്തിന് ഒരു ജനറൽ മിനിമൈസേഷൻ പ്രോബ്ലം ഈ ഒരു ഫോമിലായിരിക്കും. അത് മിനിമൈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു എക്സ് സബ്ജക്ട് ടു എ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി ആൻഡ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. എല്ലാ കൺസ്ട്രെയിൻസും ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആയിരിക്കണം. മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ എല്ലാ കൺസ്ട്രെയിൻസും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആയിരിക്കണം. അപ്പം ഇത് ശരിക്കും ഇത് ഒരു മെട്രിക്സ് ഫോമിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് ശരിക്കും എന്താ പറയുക, എ എന്ന് പറഞ്ഞാൽ ഒരു m/n മെട്രിക്സ് എടുക്കുക. എക്സ് ഒരു കോളം വെക്ടർ ആയിരിക്കും, സി ഒരു n റോ വെക്ടർ ആയിരിക്കും, ബി ഒരു കോളം വെക്ടർ ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുന്നത് അങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. മിനിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അതായത് n വേരിയബിൾസ് ഉണ്ട് നമ്മുടെ x1 x2 എക്സെട്ര xn, പിന്നെ m ഇക്വേഷൻസ് ഉണ്ട്, i = 1 to m ഇക്വേഷൻസ് ഉണ്ട്. അപ്പം മോൾ എഴുതിയ ആ സംഭവം മെട്രിക്സ് ഫോം അല്ലാണ്ടെന്ന് വൃത്തിയിൽ വലുതാക്കി ഇതാണ് ഇങ്ങനെ ഉണ്ടാവും. അതായത് മിനിമൈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു c1 x1 പ്ലസ് c2 x2 എക്സെട്ര പ്ലസ് cn xn സബ്ജക്ട് ടു ദ കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ i1 ആകുമ്പം അതായത് a11 x1 പ്ലസ് a12 x2 എക്സെട്ര പ്ലസ് a1m a1n അല്ലേ a1n സോറി a1n xm xn is equal to b1 is greater than equal to b1. സെക്കൻഡ് വന്നാൽ a21 x1 പ്ലസ് a22 x2 പ്ലസ് എക്സെട്ര പ്ലസ് a2n xn ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു b2 എക്സെട്ര. ലാസ്റ്റ് പറഞ്ഞാൽ ഈ കൺസ്ട്രെയിൻസ് ലാസ്റ്റിൽ പറയുമ്പോൾ am1 x1 പ്ലസ് am2 x2 പ്ലസ് എക്സെട്ര പ്ലസ് amn xn ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു bm വിത്ത് ഓൾ x1 x2 എക്സെട്ര xn ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നമ്മളെ മിനിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ മിനിമൈസ് എഫ് ഓഫ് എക്സ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അപ്പം ഈ ഒരു ഫോമിലായിരിക്കണം നമ്മളെ ഒരു പ്രോബ്ലം ഉണ്ടാവുക, മിനിമൈസേഷൻ പ്രോബ്ലം. ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് കയ്യിലുള്ള മിനിമൈസേഷൻ പ്രോബ്ലം ഈ ഫോമിൽ അല്ലെങ്കിൽ ഈ ഫോമിൽ ആദ്യം മാറ്റണം, എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ ഡുവലിലേക്ക് പോവുക, ഡുവൽ കണ്ടുപിടിക്കുക. സോ നിങ്ങളെ കയ്യിൽ മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ അതിൻ്റെ ഡുവൽ എന്ന് പറഞ്ഞാൽ അതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ മാക്സിമൈസേഷൻ പ്രോബ്ലം നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ അതിൻ്റെ ഡുവൽ എന്ന് പറയുമ്പോൾ ഒരു മിനിമൈസേഷൻ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ മിനിമൈസേഷൻ പ്രോബ്ലം നിങ്ങൾ ഈ രീതിയിലായിരിക്കണം നിങ്ങളെ മിനിമൈസേഷൻ പ്രോബ്ലം കയ്യിലുണ്ടാവേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡുവൽ കണ്ടുപിടിക്കുക. അപ്പം ഈ രീതിയിലല്ല ഉള്ളതെങ്കിൽ ഈ രീതിയിൽ ആദ്യം ആക്കണം, എന്നിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അപ്പം ഇതിൻ്റെ അത് ഈ കാണുന്ന പ്രോബ്ലത്തിൻ്റെ ഇതാണ് നമ്മളെ പ്രൈമൽ പ്രോബ്ലം എങ്കിൽ ഇതിൻ്റെ ഡുവൽ എന്ന് പറഞ്ഞാൽ അതെ ഇതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് ഞാൻ മെട്രിക്സ് ഫോമിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഈ പ്രൈമൽ എൽ പി പ്രോബ്ലം ഈസ് ദിസ് വൺ, മിനിമൈസ്
എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സം സി ഇൻറ്റു എക്സ് സബ്ജക്ട് ടു എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ബി വെർ എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇറ്റ്സ് ഡുവൽ ഇസ് ഡിഫൈൻഡ് ഇൻ ദിസ് ഫോം. അപ്പോൾ നിങ്ങൾക്ക് കാണാം പുതിയ വേരിയബിൾസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, y1 y2 എക്സെട്ര, അതാണ് ഈ y എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ബി ആണ് ഇവിടെ വരുന്ന കോഎഫിഷ്യൻസ് വരിക. പിന്നെ ഈ എൻ്റെ കോഎഫിഷ്യൻസ് ആണ് that will help us to find here the coefficient of constraints in y with ഈ വരുന്ന കോസ് കോഎഫിഷ്യൻ്റ് ആണ് ഇവിടെ വലത്ത് ഭാഗത്ത് വരിക. ആൻഡ് ഓബിയസ്ലി y is greater than equal to 0. അപ്പോൾ ഇത് ഈ ഫോം കാണുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ഞാനത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം. അതെ, അതായത് നമ്മൾ നേരത്തെ ഈ സ്റ്റെപ്പിൽ കണ്ട പ്രോബ്ലത്തിൻ്റെ മാക്സിമൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളെ പ്രൈമൽ പ്രോബ്ലം. ഇതാണ് നിങ്ങളെ പ്രൈമൽ പ്രോബ്ലം എങ്കിൽ ഇതിൻ്റെ ഡുവലിൻ്റെ സംഭവം മാക്സിമൈസേഷൻ ആയിരിക്കും. അപ്പോൾ ഈ റെഡിൽ ഈ റെഡ് കളറിൽ വരുന്ന ഇതാണ് അതിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ മാക്സിമൈസേഷൻ പ്രോബ്ലം, ഡുവൽ പ്രോബ്ലം. അതായത് മാക്സിമൈസ് ഫൈ ഓഫ് വൈ സമേഷൻ ഐ ഈക്വൽ 1 to ബി ഐ ഇൻറ്റു വൈ ഐ. ബി ഐ ഇൻറ്റു വൈ ആകുമ്പോൾ ഈ ബി ഐ വരുന്ന എവിടെ നിന്നാണ്? ഈ ബി ഐ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഈ പ്രോബ്ലത്തിലുള്ള ഈ ബി ഐസ് ആണ്. അതായത് ഇവിടെ കാണുന്ന വലത്ത് ഭാഗത്തുള്ള ഈ എൻട്രീസ് ആണ് ബി ഐസ്. ഓക്കെ, അതാണ് നമ്മൾ കോസ്റ്റ് ഫങ്ഷൻസ് ആയിട്ട്, കോസ്റ്റ് കോഎഫിഷ്യൻസ് ആയിട്ട് വരിക നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ബി ഐ ടൈംസ് വൈ ഐ. അപ്പോൾ വൈ ഐ എന്ന് പറയുന്നത് എത്ര വേരിയബിൾസ് വേണം, എത്ര ഇക്വേഷൻസ് ഇവിടെ ഉണ്ടോ, അതായത് നമ്മുടെ കൺസ്ട്രെയിൻസിൽ ഇവിടെ എത്ര ഇക്വേഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റീസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് വരും. അതായത് ഡുവലിൽ അത്രയും വേരിയബിൾസ് വരും. അത് രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിൽ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ തോന്നാം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നാം, പക്ഷെ നമ്മൾ ഈ പ്രോബ്ലമായിട്ട് എഴുതുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ കോസ്റ്റ് കോഎഫിഷ്യൻസ് ആയിരുന്നു സി ജെസ്, അതാണ് ഇവിടെ ഇൻഇക്വാലിറ്റീസിൻ്റെ വലത്ത് ഭാഗത്ത് വരിക. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു ആവുന്നുണ്ട് എല്ലാ കൺസ്ട്രെയിൻസും. അവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വരുന്ന മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ, മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ എല്ലാം ലെസ് ദാൻ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ഉണ്ടാവുക. ഓക്കെ, പക്ഷെ നമ്മൾ സിംപ്ലക്സ് മെത്തേഡിലൊക്കെ നമ്മൾ പിന്നെ സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളിത് ഈക്വൽ ടു ഒക്കെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വർക്ക് ചെയ്യും, നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ട് വർക്ക് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ജനറൽ ഫോം ഇങ്ങനെയാണ്. മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയിരിക്കണം, മാക്സിമൈസേഷൻ ആണെങ്കിൽ എല്ലാം ലെസ് ദാൻ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആയിരിക്കണം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അപ്പം നമുക്കത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. അപ്പം സപ്പോസ് ഇതാണ് നിങ്ങളെ പ്രോബ്ലം വിചാരിക്കും. അപ്പോൾ ഇത് കുറച്ചൊരു ഓക്കെ, ഇതിലിപ്പം ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചൊരു ഇതാണ് നമുക്ക് കിട്ടാവുന്ന ടഫസ്റ്റ് പ്രോബ്ലം. അതായത് ഇതിനകത്ത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു, ഈക്വൽ ടു, അൺറെസ്ട്രിക്റ്റഡും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂടുന്ന ഒരു പ്രോബ്ലം ആയിരിക്കും ഏറ്റവും കൂടുതൽ ടഫായിട്ട് ചോദിക്കാൻ പറ്റുന്ന പ്രോബ്ലം. ഇതിനകത്ത് വേറെ ഒന്നും അത് ചോദിക്കാനില്ല, കാരണം ഇതിലെല്ലാം ഡിഫിക്കൽട്ടീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈക്വൽ ടു വരുന്ന കേസിൽ ഡിഫിക്കൽട്ടി ഉണ്ട്. പിന്നെ ഇത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു അതിനെക്കൊണ്ട് ലെസ് ദാൻ ഈക്വൽ ടു ആക്കി മാറ്റണം. പിന്നെ ഈ അൺറെസ്ട്രിക്റ്റഡ് ആകുമ്പോൾ നമ്മൾ വേരിയബിൾസ് ചേഞ്ച് ചെയ്ത് നമ്മളൊരു പണ്ട് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വേരിയബിൾസ് ചേഞ്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 പുതിയ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യണം. അപ്പോൾ അത് ഞാൻ പറയാം. അതിന് മുമ്പ് നമുക്ക് സിമ്പിളായിട്ട് പ്രോബ്ലം ആദ്യം ചെയ്യാം, എന്നിട്ട് ഇതിലേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. സിമ്പിൾ പ്രോബ്ലം ഞാൻ എഴുതിയിട്ട് നോക്കട്ടെ. അതിൻ്റെ തിയറി ഓക്കെ, ഇത് so in this case greater than equal to അല്ല less than equal to ആണ്. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്, നേരത്തെ പറഞ്ഞ പോലത്തെ സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ സപ്പോസ് ഇതാണ് നമ്മൾ പ്രോബ്ലം എന്ന് വിചാരിക്കുക, പ്രൈമറി പ്രോബ്ലം ഇതാണെന്ന് വിചാരിക്കുക. അത് മിനിമൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ 2 വേരിയബിൾസ് ഉള്ളത്. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്യാൻ താഴെ ചെറിയ നോട്ട്സ് ഞാൻ കൊടുത്തത്, എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ കാണാൻ നോക്കുക. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ ചെറിയ ഇതിൽ എഴുതിയത്? ആർ ഏബിൾ ടു സി? ഇതിലിപ്പം ഇതാണ് റിലേഷൻസ്. അതായത് n വേരിയബിൾസ് നമ്മളെ പ്രൈമറി പ്രോബ്ലത്തിൽ ഉണ്ടെങ്കിൽ ഡുവൽ പ്രോബ്ലത്തിൽ n കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അതായത് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് കൂടാത്ത കൺസ്ട്രെയിൻസിന് എണ്ണാൻ പറയുന്നത് കേട്ടോ. n വേരിയബിൾസ് പ്രൈമറി പ്രോബ്ലത്തിൽ ഉണ്ടെങ്കിൽ, അതായത് 2 വേരിയബിൾസ് പ്രൈമറി പ്രോബ്ലത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ഡുവൽ പ്രോബ്ലത്തിൽ 2 കൺസ്ട്രെയിൻസ് ഉണ്ടാവും. m കൺസ്ട്രെയിൻസ് പ്രൈമറി പ്രോബ്ലത്തിൽ ഉണ്ടെങ്കിൽ അതേപോലെ m വേരിയബിൾസ് ഡുവലിലുണ്ടാവും. m കൺസ്ട്രെയിൻസ് പ്രൈമറിയിലുണ്ടെങ്കിൽ m വേരിയബിൾസ് ഉണ്ടാവും. പിന്നെ പ്രൈമൽ പ്രോബ്ലത്തിൽ സി ജെ, ആ മുകളിൽ കാണുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കൂടെയുള്ള സി ജെസ് ഇവിടുത്തെ കോസ്റ്റ് കോഎഫിഷ്യൻസ് ആണെങ്കിൽ അതായിരിക്കും ഡുവൽ പ്രോബ്ലത്തിൽ കൺസ്ട്രെയിൻ്റെ കോൺസ്റ്റൻസ് വരും. അതായത് വലത്ത് ഭാഗത്ത് വരുന്ന ആ കോൺസ്റ്റൻസ് ആയി വരുന്നത് ഈ സി ജെസ് ആയിരിക്കും. അതുപോലെ
പ്രൈമലിൽ വരുന്ന കൺസ്ട്രെയിൻസിൻ്റെ കോൺസ്റ്റൻസ് ആയിരിക്കും ഡുവൽ പ്രോബ്ലത്തിൻ്റെ കോസ്റ്റിൽ വരിക, മുകളിൽ വരിക, കോസ്റ്റ് കോഎഫിഷ്യൻസ് ആയിട്ട് വരിക. പിന്നെ എല്ലാ വേരിയബിൾസും എക്സ് ജെ ഗ്രേറ്റർ 0 ആണെങ്കിൽ ഒബ്വിയസ്ലി വൈ എസ് എല്ലാം ഗ്രേറ്റർ 0 ആയിരിക്കണം. പിന്നെ കൺസ്ട്രെയിൻസ് ഗ്രേറ്റർ ആണെങ്കിൽ അതെല്ലാം മറ്റേത് ലെസ് ആവും, തിരിച്ചാവും. ഇവിടെ ഗ്രേറ്റർ കൺസ്ട്രെയിൻസ് ആണെങ്കിൽ ഇവിടെ എല്ലാം ലെസ് കൺസ്ട്രെയിൻസ് ആവും. പിന്നെ മിനിമൈസേഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ മാക്സിമൈസേഷൻ ഫംഗ്ഷൻ ആയിരിക്കും നിങ്ങൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരിക. അപ്പോൾ ഒബ്ജക്റ്റീവ് മാക്സിമൈസേഷൻ ആണെങ്കിൽ തിരിച്ച് മിനിമൈസേഷൻ ആയിരിക്കും നിങ്ങൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരിക. അപ്പോൾ ഇതാണ് ആ റിലേഷൻ ശരിക്കും. ഓക്കെ, അത് എന്തൊക്കെ ഉള്ള വേരിയബിൾസും അതിൻ്റെ കൺസ്ട്രെയിൻസും അതിൻ്റെ എണ്ണമൊക്കെ എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ജസ്റ്റ് റിലേഷൻ. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലംസ് ഒന്നുകൂടി പറയാം. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രൈമൽ പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ഒറിജിനൽ പ്രോബ്ലം നമ്മൾ പ്രൈമൽ പ്രോബ്ലം എന്ന് പറയും. ഞാൻ പറഞ്ഞു ദിസ് ഇസ് നോൺ ആസ് പ്രൈമൽ പ്രോബ്ലം. ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്, x1 x2. എത്ര ഇക്വേഷൻസ് ഉണ്ട്? 1 2 3. 3 ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. ഓക്കെ, അതായത് 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ പ്രൈമൽ പ്രോബ്ലത്തിൽ n വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഡുവലിൽ n കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അത് നമ്മൾ പ്രൈമലിൽ 2 വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇവിടെ 2 കൺസ്ട്രെയിൻസ് ഉണ്ട്. അതുപോലെ m കൺസ്ട്രെയിൻസ് ഇവിടെ ഉണ്ടെങ്കിൽ m വേരിയബിൾസ് അവിടെ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ 3 കൺസ്ട്രെയിൻസ് ഉണ്ട് പ്രൈമലിൽ. അപ്പോൾ ഇവിടെ 3 കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ഇവിടെ 3 വേരിയബിൾസ് y1 y2 y3 3 വേരിയബിൾസ് ഇവിടെ ഉണ്ടാവണം. അത്രയും വേരിയബിൾസ് നിങ്ങൾ ഡ്യുവലിൽ ചൂസ് ചെയ്യണം. പിന്നെ ഇവിടുത്തെ കൺസ്ട്രെയിൻ കോഎഫിഷ്യൻസ്, ഇവിടുത്തെ കോസ്റ്റ് കോഎഫിഷ്യൻ്റ് ആയിരിക്കണം ഡ്യുവലിലെ കൺസ്ട്രെയിൻ കോഎഫിഷ്യൻസ്. ഇവിടുത്തെ കോസ്റ്റ് കോഎഫിഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4ഉം 5ഉം ആണ്. അതാണ് ഡ്യുവലിലെ കൺസ്ട്രെയിൻ കോഎഫിഷ്യൻസ്. പിന്നെ ഈ പ്രോബ്ലത്തിലുള്ള കൺസ്ട്രെയിൻ കോഎഫിഷ്യൻസ് 3 to 1 ആയിരിക്കണം. ഡുവലിലുള്ള കോസ്റ്റ് കോഎഫിഷ്യൻസിൻ്റെ 1 അല്ലേ, കോസ്റ്റ് കോഎഫിഷ്യൻസ് ആയി വരിക. അതും ഓക്കെയാണ്. ഇവിടെ > ആണ് ഇൻഇക്വാലിറ്റീസ്. അപ്പോൾ ഇതെല്ലാം <= ഇൻഇക്വാലിറ്റീസ് ആക്കണം. അതൊക്കെയാണ്. പിന്നെ ഇതൊരു മാക്സിമൈസേഷൻ ഫംഗ്ഷൻ ആണെങ്കിൽ, മിനിമൈസേഷൻ ആണെങ്കിൽ അപ്പുറത്ത് മാക്സിമൈസേഷൻ വരണം. അപ്പോൾ ഇത് മിനിമൈസേഷൻ ആണ്, ഇത് മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പം ഞാൻ വേണമെങ്കിൽ ഒന്ന് എഴുതാം. സോ നമ്മളെ കയ്യിൽ ഈ പ്രോബ്ലം ഇതാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഡുവൽ കാണാൻ പോകുന്നത്. ഓക്കെ, ഐ എം ഗോയിങ് ടു ഫൈൻഡ് ദ ഡുവൽ. ഈ പ്രോബ്ലത്തിൻ്റെ ഡുവൽ കാണണം, അതാണ് നമ്മളെ വർക്ക്. അപ്പം ഇവിടെ മിനിമൈസേഷൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഉറപ്പിക്കാം, ഇതിൻ്റെ ഡുവൽ എന്ന് പറഞ്ഞാൽ മാക്സിമൈസേഷൻ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഷുഡ് ബി മാക്സിമൈസ് സംതിങ്. ഓക്കെ, ഇനി കൺസ്ട്രെയിൻസ് നമുക്ക് വേരിയബിൾസ് ആണ് തീരുമാനിക്കാം. അപ്പോൾ ഇവിടെ 3 കൺസ്ട്രെയിൻസ് ആണുള്ളത്. 1 2 3 3 കൺസ്ട്രെയിൻസ് എക്സ്ക്ലൂഡിങ് നോൺ നെഗറ്റിവിറ്റി കേട്ടോ. നോൺ നെഗറ്റിവിറ്റി എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള 3 കൺസ്ട്രെയിൻസ് പറഞ്ഞാൽ 3 കൺസ്ട്രെയിൻസിന് എണ്ണം പറഞ്ഞാൽ 3 എണ്ണം ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ 3 വേരിയബിൾസ് ചൂസ് ചെയ്യണം. യു ഹാവ് ടു ചൂസ് 3 വേരിയബിൾസ്, y1 y2 y3. 3 വേരിയബിൾസ് നമ്മൾ ചൂസ് ചെയ്തു. ഇനി ഇതിപ്പോൾ ഓൾറെഡി നിങ്ങൾ നോക്കിയാൽ കാരണം ഓൾറെഡി ഇതെല്ലാം > ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ വെച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് ബേസിക് ടൈപ്പാണ്. മിനിമൈസേഷനിൽ നമുക്ക് > ആണ് എല്ലാം വേണ്ട കൺസ്ട്രെയിൻസ്. ഞാൻ അങ്ങനെയല്ല നമ്മൾ അങ്ങനെ ആക്കി മാറ്റണം. അത് ഞാൻ അടുത്ത പ്രോബ്ലത്തിൽ പറയാം. അപ്പം ഈ കേസിലുള്ള ഒക്കെ ഓക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഫർദർ വേരിയബിൾസിനെ നമ്മൾ വേറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ അങ്ങനത്തെ പരിപാടി ഒന്നും ഇവിടെ ചെയ്യാനില്ല. ബേസിക് പ്രോബ്ലം ആണത്. അപ്പം 3 വേരിയബിൾസ് എടുത്തു, കാരണം 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇനി ഈ കൺസ്ട്രെയിൻസിൻ്റെ ഒക്കെ, അതായത് ഈ വേരിയബിൾസിൻ്റെ ഒക്കെ കോസ്റ്റ് കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ടത് ഈ ഓരോ ഇക്വേഷൻസിലുള്ള ഈ കോഎഫിഷ്യൻസ് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് തരുന്ന ഫസ്റ്റ് വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് 3 എന്നാണ്. സെക്കൻഡ് ഇക്വേഷൻ സെക്കൻഡ് വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് 2ഉം തേർഡ് 1ഉം. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവാണ്. അപ്പോൾ 3 + 2 ആണ്, ഇവിടെ +1 ആണ്. അപ്പോൾ ഒബ്വിയസ്ലി 3y1 + 2y2 + 1 × y3, അതായത് y3. നമുക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ 2 വേരിയബിൾസ് ആയതിനെ കൊണ്ട് നിങ്ങൾ ഡുവൽ പ്രോബ്ലത്തിൽ 2 കൺസ്ട്രെയിൻറ്റേ വരുള്ളൂ. ഓക്കെ, നോൺ നെഗറ്റിവിറ്റി കൂടാതെ 2 കൺസ്ട്രെയിൻറ്റേ വരുള്ളൂ. അതായത് ഇവിടെ 2 വേരിയബിൾസ് ആണ്. അപ്പം ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും കൺസ്ട്രെയിൻസ് ആണ് നിങ്ങൾ ഡുവൽ പ്രോബ്ലത്തിൽ വരിക. അപ്പം അതെങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഈ കിട്ടിയ മെട്രിക്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മെട്രിക്സ് അല്ല, ഈ ഇങ്ങനെ പറഞ്ഞാൽ മതി. x1ൻ്റെ കോഎഫിഷ്യൻസ് എടുക്കുക.
x1ൻ്റെ കോഫിഷ്യൻ്റ് എന്തൊക്കെയാണ് 1 3 -1 അതായിരിക്കും നിങ്ങളെ ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റിൻ്റെ കോഫിഷ്യൻസ് വരിക. അതായത് y1 എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ കോഫിഷ്യൻ്റ് വരിക. ഇവിടെ x1ൻ്റെ കോഫിഷ്യൻ്റ് അതായത് 1, അതായത് 1 ടൈംസ് y1 പ്ലസ് കാരണം +3 ആണ് 3 ടൈംസ് y2 y3ൻ്റെ വരിക ഈ കോഫിഷ്യൻ്റ് എത്രയാ -1 അപ്പോൾ -y3. ഈ ഇത് മാക്സിമൈസേഷൻ ആയതുകൊണ്ട് ഇത് ലെസ് ദാൻ ഈക്വൽ ടു കൺസ്ട്രെയിൻ്റ് ആയി വരിക. ലെസ് ദാൻ ഈക്വൽ ടു കോസ് കോഫിഷ്യൻ്റ് എന്ത് വരണം ഈ പറഞ്ഞ x1ൻ്റെ ഇവിടുത്തെ നമ്മളെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള കോസ്റ്റ് കോഫിഷ്യൻ്റ് അതായത് 4. അപ്പോൾ 4 വരും. ഇതേപോലെ രണ്ടാമത്തെ കൺസ്ട്രെയിൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക x2ൻ്റെ കോഫിഷ്യൻസ് നോക്കുക 2 5 1 2 ടൈംസ് y1 +5 ആണ് +5 ടൈംസ് y2 ഇവിടെ +1 ആണ് +1 ടൈംസ് y3 അതായത് y3 ലെസ് ദാൻ ഈക്വൽ ടു ആയിരിക്കും കാരണം മാക്സിമൈസേഷനിൽ ഇങ്ങനെ ആക്കണം. ഇവിടെ വരുന്ന കോഫിഷ്യൻ്റ് പറഞ്ഞാൽ ഈ x2ൻ്റെ കോസ്റ്റ് കോഫിഷ്യൻ്റ് ഈ പ്രൈമൽ പ്രോബ്ലത്തിൽ അതായത് 5. പിന്നെ എല്ലാ y1 y2 y3 ഇതെല്ലാം നോൺ നെഗറ്റീവ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങളെ ഡുവൽ പ്രോബ്ലം. ഇങ്ങനെയാണ് നമ്മൾ ഡുവൽ കൺസ്ട്രക്ട് ചെയ്യുക. മനസ്സിലായോ? ഒരു പ്രൈമൽ പ്രോബ്ലം തന്നാൽ ഇപ്പോൾ സിമ്പിൾ പ്രോബ്ലം ആണ്. എങ്ങനെ നമുക്ക് ഒരു ഡുവൽ പ്രോബ്ലം കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡുവൽ വേണം കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളെ പ്രൈമൽ പ്രോബ്ലം എന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഈസ് യുവർ പ്രൈമൽ പ്രോബ്ലം. സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് വിചാരിക്കുക. ഇതിൻ്റെ ഡുവൽ കാണണം. എങ്ങനെയാണ് ഡുവൽ കാണുക? എത്ര ഇക്വേഷൻസ് ഉണ്ട് ഇവിടെ? 2 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെ ഡുവൽ എന്താ? ഇത് മാക്സിമൈസേഷൻ അതിനെക്കൊണ്ട് നിങ്ങളെ ഡുവൽ ഒരു മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് വരിക. മിനിമൈസ് ചെയ്തിപ്പം നമ്മൾ φ(y) എന്ന് എടുത്തു. അവിടെ നമ്മൾ f(x) എടുക്കണം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ തിരിച്ച് f(x) എന്ന് എടുക്കാം. ഇവിടെ x നമ്മൾ വേരിയബിൾസ് എടുക്കുന്ന സപ്പോസ് x എടുക്കാം, y1 w1 w2 എന്തും എടുക്കാം. ഡസൻറ്റ് മാറ്റർ. ഐ എം ടേക്കിംഗ് x itself. ഇപ്പോൾ 2 ഇക്വേഷൻസ് ഉണ്ട്, 2 കൺസ്ട്രെയിൻസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ 2 വേരിയബിൾസേ ഉണ്ടാവുള്ളൂ. ഇവിടെ 3 അൺനോൺസ് ഉണ്ട്. അതുകൊണ്ട് ഈ പ്രോബ്ലത്തിൽ 3 കൺസ്ട്രെയിൻസ് ഉണ്ടാവും. തിരിച്ചാണ് വരുന്നത്. എത്ര വേരിയബിൾസ് ഇവിടെ ഉണ്ടോ അത്രയും കൺസ്ട്രെയിൻസ് ഇവിടെ ഉണ്ടാവും. എത്ര കൺസ്ട്രെയിൻസ് ഇവിടെ ഉണ്ടോ അത്രയും വേരിയബിൾസ് അവിടെ ഉണ്ടാവും. ഇനി 2 വേരിയബിൾസ്, അപ്പോൾ x1ഉം x2 ഞാൻ എടുത്തു. ഇതിൻ്റെ കോസ്റ്റ് കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലത്തിൽ ഈ 4ഉം 5ഉം ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും? 4x1 + 5x2. ഇനി ഞാൻ പറഞ്ഞു 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കൺസ്ട്രെയിൻ മിനിമൈസേഷൻ ആയിരിക്കും. എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. 3 കൺസ്ട്രെയിൻസ് ഉണ്ട്. അത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഇപ്പം y1ൻ്റെ വേരിയബിൾസ് y1 എന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് എടുക്കുക. അതാണ് നമുക്ക് ഫസ്റ്റ് കൺസ്ട്രെയിൻ തരുന്നത്. അതായത് 1 ടൈംസ് x1 അതായത് x1 + 2 ടൈംസ് x2 നമുക്ക് തരുന്നത്. അവിടെ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. ആൻഡ് y1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? y1ൻ്റെ കോസ്റ്റ് കോഎഫിഷ്യൻ്റ് 3 ആണ്. അപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 വരും. ഇനി രണ്ടാമത്തത് y2ൻ്റെ കോഎഫിഷ്യൻസ് എടുക്കുക 3 5. അപ്പോൾ നമുക്ക് കിട്ടുക 3x1 + 5x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? y2ൻ്റെ 2. അപ്പോൾ ഇവിടെ 2 വരും. ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് -1 ആൻഡ് +1 ആണ് y3ൻ്റെ കോഎഫിഷ്യൻസ്. അപ്പോൾ -1 ടൈംസ് x1 അതായത് -x1 ഇവിടെ 1 ആണ്. അപ്പോൾ 1 ടൈംസ് x2 + x2 ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു y3ൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ 1 ആണ്. അപ്പം 1 വരും. ആൻഡ് x1 ആൻഡ് x2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇത് പ്രൈമൽ പ്രോബ്ലം ആണെങ്കിൽ ഇതാണ് നിങ്ങളെ ഡുവൽ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നമ്മൾ ചെയ്ത ശരിക്കും തന്നെയാണ്. അതായത് നമ്മൾ ഡുവൽ പ്രോബ്ലം എടുത്തു. നമ്മൾ ആദ്യം പ്രോബ്ലം എടുത്തു, അതിന് ഡുവൽ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ ഡുവൽ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെയിം പ്രോബ്ലം കിട്ടി. ഇത് നേരത്തെ പറഞ്ഞ തിയറം. അതായത് ഡുവൽ ഓഫ് ഡുവൽ എടുത്താൽ നമുക്ക് സെയിം പ്രോബ്ലം തന്നെ കിട്ടുന്നു, പ്രൈമൽ തന്നെ കിട്ടുന്ന നേരത്തെ തിയറം പറഞ്ഞല്ലോ. അത് നമുക്ക് അടുത്ത ഇതിലേക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അടുത്ത സെക്ഷൻ അടുത്ത മൊഡ്യൂളിൽ വരുന്നതാണ് ശരിക്കും അത്. അപ്പം അതെ, അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത ഒരു സിമ്പിൾ പ്രോബ്ലമാണിത്. ഡുവൽ കാണാൻ പറഞ്ഞ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ മിനിമൈസേഷനിൽ മാക്സിമൈസേഷനിലേക്ക് പോവാം, മാക്സിമൈസേഷനിൽ മിനിമൈസേഷനിലേക്ക് പോവാം, അത്രേ ഉള്ളൂ. പക്ഷേ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. അത് ഈ കാര്യങ്ങളാണ്.
ഇപ്പം ഇതുകൂടി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് പ്രൈമൽ പ്രോബ്ലത്തിൽ നമുക്ക് അവിടെ ബുദ്ധിമുട്ടൊന്നും വരാത്തതിനെ കൊണ്ട് കാരണം ഇതൊക്കെയായിരുന്നു. അതായത് പ്രൈമൽ പ്രോബ്ലത്തിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ടൈപ്പ് കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡുവലിലുള്ള വൈയേഴ്സ് എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. പ്രൈമൽ പ്രോബ്ലത്തിൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ടൈപ്പ് ആണെങ്കിൽ വൈയേഴ്സ് എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. ഏതെങ്കിലും ഒരു കൺസ്ട്രെയിൻറ്റ് ഈക്വൽ ടു ടൈപ്പ് വന്നാൽ, അതായത് ith കൺസ്ട്രെയിൻറ്റ്, ഇപ്പോൾ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് ഈക്വൽ ടു ടൈപ്പ് വന്നാൽ ഡുവൽ പ്രോബ്ലത്തിൽ ആ y2 എന്ന വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആവും. ഓക്കെ, ഇവിടെ മുതൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഓരോന്നും ചെയ്ത് നോക്കണം. ith കൺസ്ട്രെയിൻറ്റ് ഇപ്പോൾ നമ്മൾ എടുത്തൊക്കെ ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ ബേസിക് പ്രോബ്ലം എടുത്തത്, അതിൽ യാതൊരു കൺഫ്യൂഷനും വരാണ്ടായിരുന്നില്ല. അപ്പം സപ്പോസ് ഒരു കൺസ്ട്രെയിൻറ്റ് ഈക്വൽ ടു കൺസ്ട്രെയിൻറ്റ് വരുന്നെങ്കിൽ ഇപ്പോൾ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് നിങ്ങളെ പ്രൈമൽ പ്രോബ്ലത്തിൽ ഈക്വൽ ടു കൺസ്ട്രെയിൻറ്റ് വന്നാൽ ഡുവൽ പ്രോബ്ലത്തിൽ ആ y2 എന്ന് പറഞ്ഞ വേരിയബിൾ നിങ്ങൾ അൺറെസ്ട്രിക്റ്റഡ് ആക്കി എഴുതണം. ഇറ്റ് ഷുഡ് ബി അൺറെസ്ട്രിക്റ്റഡ്. അതിൻ്റെ വാല്യൂസ് നമുക്ക് അറിയാം, അത് പോസിറ്റീവോ നെഗറ്റീവോ എന്തും എടുക്കാം. അതാണ് അൺറെസ്ട്രിക്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അല്ലേ, ആ സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്രൈമൽ പ്രോബ്ലത്തിൽ എല്ലാം xj ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെയുള്ള കൺസ്ട്രെയിൻസ് എല്ലാം ലെസ് ദാൻ ഈക്വൽ ടു ആയിരിക്കും. അതാണ് ഇപ്പോൾ നമ്മളിവിടെ സംഭവിച്ചത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ പ്രോബ്ലം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ എല്ലാം നമ്മളെ പ്രോബ്ലത്തിൽ എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 കൺസ്ട്രെയിൻസ് ആയിരുന്നു. അതുള്ളതിനെ കൊണ്ടാണ് നമുക്ക് ശരിക്കും ഇവിടെ ഈ രണ്ട് ഡുവലിൻ്റെ അകത്ത് രണ്ടും ലെസ് ദാൻ ഈക്വൽ ടു വന്നത്. അപ്പോൾ ഇവിടെ ഇത് ശരിക്കും x1 x2 ഗ്രേറ്റർ ദാൻ 0 അല്ലാണ്ട് ഒന്ന് x2 അൺറെസ്ട്രിക്റ്റഡും മറ്റേ പോസിറ്റീവ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യണം ഇതിനകത്ത്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നും ഇവിടെ വന്നില്ല, കാരണം ഇതൊരു ബേസിക് പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അതാണ് പറയുന്നത്. അതായത് ഇഫ് യു ഹാവ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ദെൻ ദ കൺസ്ട്രെയിൻസ് അത് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ആണ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണെങ്കിൽ ഇവിടെ നമുക്ക് എക്സാക്ട്ലി jth കൺസ്ട്രെയിൻ ലെസ് ദാൻ ഈക്വൽ ടു ടൈപ്പ് വരും. പിന്നെ തിരിച്ചും ഇപ്പോൾ ഈ പറഞ്ഞ ഈ സാധനം ഉണ്ടല്ലോ, ഡുവലിൻ്റെ ഈ സാധനം തിരിച്ചും, അതായത് ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ അത് jth വേരിയബിൾ സേ അൺറെസ്ട്രിക്റ്റഡ് ആണ്. ഇപ്പോൾ x2 അൺറെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ നമ്മളെ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് ഡുവലിൽ ഈക്വൽ ടു വരണം. അപ്പോൾ അങ്ങനെയാണ് ഡുവൽ വരിക. അപ്പോൾ ഇതാണ് കുറച്ചൊരു അത് ഇങ്ങനത്തെ സംഭവങ്ങളെ കൂടി മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഇനി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഇത് ബേസിക് ആയിട്ട് പ്രോബ്ലം ആയിരുന്നു. ഇതിൽ മുകളിൽ ചെയ്ത് അതിൽ യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഇതുപോലെ ഈക്വൽ ടു ഉള്ളതും ഈ അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് വരുന്ന വേരിയബിൾസ് വരുന്ന പ്രോബ്ലം ചെയ്യണം. അപ്പോൾ അതാണ് നമുക്കൊരു വർക്ക് ഉള്ളത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പിന്നെ വേറെ സംശയമൊന്നും വരാണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് ഇതിന് മുമ്പ് ഒരു മിനിറ്റ് ഞാൻ വേറെ പ്രോബ്ലം എഴുതിയിട്ടുണ്ടോ നോക്കട്ടെ. സോ ഇത് മാക്സിമൈസ് ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ വി ലെറ്റ് us take one problem. ഈ പ്രോബ്ലം എടുക്കാം. ഓക്കെ, വിൽ ടേക്ക് ദിസ് പ്രോബ്ലം. നമ്മളവിടുത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മാക്സിമൈസേഷനാണ്. ഓക്കെ, മാക്സിമൈസേഷനാണ് നമ്മളെ പ്രോബ്ലമാണ് നമ്മളെ പ്രൈമൽ പ്രോബ്ലമായിട്ട് വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട്. ഓക്കെ, പ്രൈമൽ പ്രോബ്ലമായി സ്റ്റാർട്ട് ചെയ്യാൻ പോണത് മാക്സിമൈസേഷൻ പ്രോബ്ലമാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനൊരു റിവൈസ്ഡ് പ്രൈമൽ പ്രോബ്ലം ആക്കി എഴുതണം. അതായത് നമ്മൾ ശരിക്കും ഇതിൻ്റെ അകത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് ഉണ്ടല്ലോ, അങ്ങനെ മാറി വരുന്ന കണ്ടീഷൻസ് ഉണ്ടല്ലോ, പ്രൈമൽ ഇങ്ങനെ ആയിരിക്കുമെങ്കിൽ ഡുവൽ ഇങ്ങനെ ആയിരിക്കും കുറേ കണ്ടീഷൻസ് ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു തിയറമാണ്, റിസൾട്ടാണത്. അപ്പോൾ ആ റിസൾട്ട് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിൽ പറയുന്ന ആ ഫോമിലേക്ക് തന്നെ ആദ്യം കൊണ്ടുവരണം. അതായത് ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം ഈ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിനെ എങ്ങനെ കൊണ്ടുവരണം, ഇതിൽ ഇങ്ങനത്തെ അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾസ് ഒന്നും പാടില്ല. മാക്സിമൈസേഷൻ അതിനെക്കൊണ്ട് എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഈക്വൽ ടു ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റൂ. എന്നിട്ട് നമുക്ക് അതിനെ മറ്റേ നമ്മൾ പറഞ്ഞ ആ ടെക്നിക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ആ കോഎഫിഷ്യൻസ് ഒക്കെ വെച്ച് റിവേഴ്സ് ചെയ്ത് എഴുതുക, അത്രേ ചെയ്യാനുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനെ
ഈ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ബേസിക് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാം. മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മാക്സിമൈസ് നിങ്ങളൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും. എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഈക്വൽ ടു ആക്കി എടുക്കണം. അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഈക്വൽ ടു ആക്കി എടുക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ പുതിയ വേരിയബിൾസ് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലെ കൺവേർട്ട് ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഇപ്പോൾ y1 y2 ഗ്രേറ്റർ ഈക്വൽ 0, y3 അൺറെസ്ട്രിക്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ y3 നമ്മൾ ഒരു y31 y32 രണ്ട് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് y3 നമുക്ക് y31 മൈനസ് y32 എന്ന് കൊടുക്കും. അപ്പോൾ ഇത് അൺറെസ്ട്രിക്റ്റഡ് വാല്യൂ എടുക്കുമല്ലോ അല്ലേ? അൺറെസ്ട്രിക്റ്റഡ് വാല്യൂ എടുക്കൂലേ? നെഗറ്റീവും പോസിറ്റീവ് വാല്യൂ എടുക്കൂലേ? ഇവിടെ എന്താ ചെയ്യുക? നമ്മൾ y31 y32 ഗ്രേറ്റർ ഈക്വൽ 0 എന്ന് മാറ്റി ചെയ്തു. ഈ കൺവേർഷനിൽ ആർക്കും സംശയം ഉണ്ടോ? അപ്പോൾ y3 അൺറെസ്ട്രിക്റ്റഡിൻ്റെ മീനിങ്, ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ y1 y2 പോസിറ്റീവ് നോൺ നെഗറ്റീവ് വാല്യൂ മാത്രമേ എടുക്കുകയുള്ളൂ എന്നതിൻ്റെ മീനിങ് അല്ലേ? ഇവിടെ പറയുന്നത് y3 അൺറെസ്ട്രിക്റ്റഡ് ആണ്. അതായത് നമുക്ക് അതിന് ഏത് വാല്യൂ എടുക്കാം. പോസിറ്റീവ് വാല്യൂ എടുക്കാം, അതിന് വേണമെങ്കിൽ നെഗറ്റീവ് വാല്യൂ എടുക്കാം, എന്ത് വേണം എടുക്കാം. ഓക്കെ. പക്ഷെ നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. നമുക്ക് ഇതുപോലെ വേരിയബിൾസ് എല്ലാം നോൺ നെഗറ്റീവ് ആയിട്ടുള്ള വേരിയബിൾസ് രീതിയിൽ മാറ്റി എഴുതണം. അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ അന്ന് സ്റ്റാൻഡേർഡ് ഫോമിൽ ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യുക? അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എടുക്കുന്ന വേരിയബിളിന് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ എടുക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. അപ്പോൾ y3നെ ഞാൻ ഇങ്ങനെ റീപ്ലേസ് ചെയ്യുന്നു, y31 മൈനസ് y32. അപ്പോൾ സപ്പോസ് y3ക്ക് 5 എടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ y31 സേ 10ഉം y35 എനിക്ക് y32 വാല്യൂ 2 ആകുമ്പോൾ y32 വാല്യൂ 5 ആകുമ്പോൾ y3 5 എടുക്കുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് y3 നെഗറ്റീവ് വാല്യൂ എടുക്കണം എന്ന് വിചാരിക്കാം, -5 എടുക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ y31 വാല്യൂ എന്താവും? സപ്പോസ് y31 10 എടുക്കാം, y32 15 എടുക്കാം. അപ്പോഴും നിങ്ങൾക്ക് y3 വാല്യൂ നെഗറ്റീവും കിട്ടി. പക്ഷേ രണ്ട് കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ y31ൻ്റെയും y32ൻ്റെയും വാല്യൂ പോസിറ്റീവ് എന്നായിരുന്നു അല്ലേ? ഞാൻ ആദ്യം എടുത്തത് എനിക്ക് സപ്പോസ് 5 വേണം y3ൻ്റെ വാല്യൂ. കാരണം y3ൻ്റെ വാല്യൂ അൺറെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ അത് എന്ത് വേണമെങ്കിലും എടുക്കാമെന്നാണ് ഈ പ്രോബ്ലത്തിൽ പറയുന്നത്. നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ ഈ y3 എന്ന വേരിയബിളിന് എന്ത് വാല്യൂ എടുക്കാം. പോസിറ്റീവ് എടുക്കാം, നെഗറ്റീവ് എടുക്കാം, 0 എടുക്കാം, എന്ത് വേണം എടുക്കാം. അതാണ് നമ്മൾ അൺറെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്നത്. പക്ഷേ y1 y2 എന്തായാലും പോസിറ്റീവ് എടുത്തേ പറ്റൂ എന്നാണ് കണ്ടീഷനിൽ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ വാല്യൂസാണ് നമ്മൾ എവിടെ ഉണ്ടാവുക? നമ്മളെ സൊല്യൂഷൻ സെറ്റിൽ ഉണ്ടാവുക, ഫീസിബിൾ സൊല്യൂഷൻ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ വെച്ചാൽ ഞാൻ y3 എന്ന വേരിയബിളിനെ മൊത്തത്തിൽ ഈ പ്രോബ്ലത്തിൽ y3 എന്ന വേരിയബിൾ ഞാൻ ഇങ്ങനെ മാറ്റും. അതായത് വേറെ രണ്ട് വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഞാൻ y31 മൈനസ് y32 എന്ന് കൊടുക്കും. ഓക്കെ, അതായത് ഈ പ്രോബ്ലം മാറ്റി ചെയ്തു ഞാൻ. അതിൻ്റെ അകത്ത് ഞാൻ y3ക്ക് പകരം y31 മൈനസ് y32 എന്ന് കൊടുക്കും. അവിടെ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പം എൻ്റെ പ്രോബ്ലത്തിന് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. കാരണം എൻ്റെ പ്രോബ്ലം അനുസരിച്ച് y3ക്ക് അൺറെസ്ട്രിക്റ്റഡ് വാല്യൂസ് എടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഞാൻ y3നെ y31 മൈനസ് y32 എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞ y3ക്ക് 10 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കണമെന്ന് വിചാരിക്കാം. ഒരു പോസിറ്റീവ് വാല്യൂ ആണ് y3 എടുക്കുന്നത് വിചാരിക്കാം. അത് പോസിബിൾ ആണ്. കാരണം ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് അത് പോസിബിൾ ആണ്. കാരണം 10 കിട്ടണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, y31 20 എടുത്തോളൂ, y32 നിങ്ങളൊരു എന്താ പറയുക 10 എടുത്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് 10 കിട്ടില്ല, 20 മൈനസ് 10 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേരിയബിൾസ് എടുത്താൽ പ്രശ്നം വരില്ല എന്നർത്ഥം മീനിങ്. ഇനി നിങ്ങൾക്ക് സപ്പോസ് -10 വേണമെന്ന് വിചാരിക്കുക, y3ൻ്റെ വാല്യൂ നെഗറ്റീവ് വേണമെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് പോസിബിൾ ആണ്. എന്ത് ചെയ്യണം? ഇത് 20 എടുക്കുക, ഇത് 30 എടുക്കുക. അപ്പോൾ എന്തായി? -10 കിട്ടി. അപ്പോൾ ഇവിടുന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഈ y31ൻ്റെ വാല്യൂയും y32ൻ്റെ വാല്യൂയും പോസിറ്റീവ് വാല്യൂസ് എടുത്തുകൊണ്ട് നമുക്ക് y3ൻ്റെ വാല്യൂ നെഗറ്റീവും പോസിറ്റീവും ആക്കാൻ പറ്റും. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന്. അത് ഞാൻ ആദ്യം y31ൻ്റെ വാല്യൂ 20 എടുത്തു, രണ്ടാമത്തെ y32ൻ്റെ വാല്യൂ 10 എടുത്തു. രണ്ടാമത്തെ കേസിൽ -10 കിട്ടാൻ വേണ്ടി y31ൻ്റെ വാല്യൂ 20 എടുത്തു, y32ൻ്റെ വാല്യൂ 30 എടുത്തു. പക്ഷേ ഈ എടുക്കുന്ന 20, 10, 20, 30 ഒക്കെ പോസിറ്റീവ് വാല്യൂസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ ഈ y3നെ നമ്മൾ വേറൊരു വേരിയബിൾ ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കൺസ്ട്രെയിൻസിൻ്റെ കൂട്ടത്തിൽ ഈ y1 y2ൻ്റെ കൂടെ y31 പോസിറ്റീവ് ആയിരിക്കണം, y32 പോസിറ്റീവ് ആയിരിക്കണം എന്ന് എഴുതുന്നത്. ഓക്കെ, അങ്ങനെ എഴുതാൻ കാരണം അതുകൊണ്ടാണ്. ആ കൺവേർഷൻ അതാണ്. അത് ക്ലിയർ ആയോ എല്ലാവർക്കും? പറഞ്ഞെന്താ മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. അപ്പം ഈ ഒരു കൺവേർഷൻ ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, നമ്മളെ പ്രോബ്ലത്തിന് ഒരു പ്രശ്നവും വരില്ല, അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ അന്ന് സ്റ്റാൻഡേർഡ് ഫോമിൽ കൺവേർട്ട് ചെയ്യുന്നത് അന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ആ ക്ലാസ്സിൽ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് എനിക്ക് ഇത്രയും കൂടി പറഞ്ഞിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം
ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ ഈ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയി കിട്ടും. പിന്നീട് റെഫർ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നമുക്ക് ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് വൃത്തി ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രൈമറി പ്രോബ്ലം. അപ്പോൾ അതിനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ചെയ്യാൻ പോകുക, ഞാൻ ഇത്ര മാറ്റങ്ങൾ വരുത്തും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഈ 2 കാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന് ഞാൻ വേറെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടത് മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ എല്ലാം ലെസ് ദാൻ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് വരണം. കാരണം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ ലെസ് ദാൻ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് വരണം. പക്ഷേ നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു ഈക്വൽ ടു കൺസ്ട്രെയിൻ ഉണ്ട്. അതൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഡുവലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആ റിസൾട്ട് ഉപയോഗിക്കണമെങ്കിൽ, ആ ഒരു കൺവേർഷൻ പ്രൊസീജിയർ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇയാളെയും കൂടി ലെസ് ദാൻ ഈക്വൽ ടു ആക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങളടുത്തൊരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്, നിങ്ങളടുത്തൊരു പ്രോബ്ലത്തിനകത്തൊരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്. സപ്പോസ് x1 + x2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ x1 പ്ലസ് അത് നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. ലെസ് ദാൻ ഈക്വൽ ടു 1, x1 + x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1, x2 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ഇങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇൻ എഫക്റ്റ് ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ x1 x2 വാല്യൂസ് കണ്ടുപിടിക്കണം. ഫോർ വിച്ച് x1 + x2 ആഡ് ചെയ്താൽ ലെസ് ദാൻ ഈക്വൽ ടു 1 ആയിരിക്കണം, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 1 ആയിരിക്കണം. അങ്ങനത്തെ x1 x2ൻ്റെ പ്രത്യേകം എന്തായിരിക്കും, അത് ആഡ് ചെയ്യുമ്പോൾ 1 ആയിരിക്കണം അല്ലേ. ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഈ രണ്ട് കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻസ് തന്നെയാണ് നമുക്ക് ഇതിന് സൊല്യൂഷൻ കിട്ടുക. അല്ലെങ്കിൽ ഇതിന് കിട്ടുന്ന സൊല്യൂഷൻ തന്നെയാണ് ഈ രണ്ട് കൺസ്ട്രെയിൻസ് ഒരുമിച്ച് കൊടുത്താലും കിട്ടുക. കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വാല്യൂസ് കിട്ടണം ഫോർ വിച്ച് x is greater than equal to 5. കുറച്ച് വാല്യൂസ് കിട്ടണം ഫോർ വിച്ച് x is less than equal to 5. Some x you have to find which is greater than equal to 5, and you have to find some x for which x is less than equal to 5. അതിൻ്റെ മീനിങ് എന്താ, you have to find some h which is equal to 5 അല്ലേ. ലെസ് ദാൻ ഈക്വൽ ടു 5 ആവുന്ന, അതായത് ഫസ്റ്റ് കൺസ്ട്രെയിൻ പറയുന്നത് x ലെസ് ദാൻ ഈക്വൽ ടു 5, ഇത് 5 ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന എല്ലാ പോയിൻറ്റ്സും വരണം. x ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 5 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്ന എല്ലാ പോയിൻറ്റ്സും വരണം. പക്ഷേ രണ്ടിലും 5 ആവുന്ന കേസ് വരുന്നുണ്ട്. അപ്പോൾ രണ്ട് കൺസ്ട്രെയിൻറ്റും കൂടി ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ x ഈക്വൽ ടു 5 എന്ന കോമൺ പോയിൻറ്റ്സിന് മാത്രമേ ഈ രണ്ട് കൺസ്ട്രെയിൻറ്റും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അതേ നോഷൻ അവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഈക്വൽ ടു കൺസ്ട്രെയിൻ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ വരുന്ന ഒരു ഈക്വൽ ടു കൺസ്ട്രെയിൻ ഞാൻ എന്ത് ചെയ്യും, എനിക്കിതിനെ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. അതായത് ഒരു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു കൊടുക്കും, ലെസ് ദാൻ ഈക്വൽ ടു കൊടുക്കും. കാരണം ഇത് സോൾവ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ് ഇത് രണ്ടും സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് രണ്ടും സോൾവ് ചെയ്യുന്ന ഇക്വലൻ്റ് ആണ് ഇത് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇങ്ങനെ എന്തിടാം. അപ്പോൾ ഈ കൺസ്ട്രെയിൻറ്റ് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആക്കി മാറ്റണം, അതുപോലെ ലെസ് ദാൻ ഈക്വൽ ടു ആക്കി മാറ്റണം. ഓക്കെ, അതൊക്കെയാണോ? ഓക്കെയാണ്. ഇനി നേരത്തെ പറഞ്ഞ ഈ അൺറെസ്ട്രിക്റ്റഡ് സാധനം ഉണ്ടല്ലോ, അതിന് നമ്മൾ പുതിയ രണ്ട് വേരിയബിൾസ് കൊണ്ടുവരികയാണ്. y3നെ ഞാൻ y31 ഇപ്പോൾ തൊട്ടുമ്പോൾ പറഞ്ഞ സാധനം y32 റീപ്ലേസ് ചെയ്യുക. അത് മൊത്തം പ്രോബ്ലത്തിൽ നിങ്ങൾ y3നെ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യുക, y31 - y32. അതിൻ്റെ റീസൺസ് ഞാൻ ഇപ്പോൾ ഒട്ടുമ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ രണ്ട് സംഭവം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പ്രോബ്ലം, അത് റിവൈസ്ഡ് പ്രൈമറി പ്രോബ്ലം ഈ രൂപത്തിലായി മാറും. എവിടെയൊക്കെ y3 ഉണ്ടോ അവിടെയൊക്കെ ഇത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ y3 ഉണ്ടായിരുന്നു, അവിടെ ഞാൻ y31 - y32 കൊടുത്തു. ഇവിടെ y3 ഉണ്ടായിരുന്നു, അവിടെ ഞാൻ y31 - y32 കൊടുത്തു. ഇവിടെ y3 ഉണ്ടായിരുന്നു, ആ രണ്ട് കേസിൽ വരും, രണ്ട് കേസിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈക്വൽ ടു അതിനെ കൊണ്ട് ഒരു ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ലെസ് ദാൻ ഈക്വൽ ടു വരും. ഇവിടെ y3 ഉണ്ടായിരുന്നു, അവിടെ y3 ഞാൻ കൊടുത്തു. y3ക്ക് പകരം y31 - y32 കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളൂ. നമ്മൾ ആ അൺറെസ്ട്രിക്റ്റഡ് കേസ് എടുത്ത് ഒഴിവാക്കി, നമുക്കത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. രണ്ടാമത്തത് ഈക്വൽ ടു വരുന്ന കേസ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു, അതും ഓക്കെ ആയി. ഇനി ഒരൊറ്റ കാര്യം ചെയ്യാനുള്ളൂ, മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ എല്ലാ ഇനീക്വാളിറ്റീസും ലെസ് ദാൻ ഈക്വൽ ടു ആയിരിക്കണം. മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൽ എല്ലാ ഇനീക്വാളിറ്റീസും ലെസ് ദാൻ ഈക്വൽ ടു ആയിരിക്കണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഇനീക്വാളിറ്റി മാത്രം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, രണ്ട് ഭാഗത്തും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഈ രൂപത്തിലായി മാറും. അപ്പോൾ എല്ലാം ലെസ് ദാൻ ഈക്വൽ ടു ആയി മാറും, എല്ലാം ലെസ് ദാൻ ഈക്വൽ ടു ആയി മാറും. സോ ദെയർ ഓൾസോ വി ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ്. അപ്പം ഈ ഒരു സംഭവം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൈമൽ പ്രോബ്ലം നമ്മളെ കയ്യിലെത്തി. ഇതാണ് നമ്മളെ പ്രൈമൽ പ്രോബ്ലം. അപ്പോൾ ഒരു പ്രൈമൽ പ്രോബ്ലം ഞാൻ പറഞ്ഞു, മാക്സിമൈസേഷൻ ആണെങ്കിൽ അതല്ലേ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവുമ്പോൾ നമ്മളൊരു സർപ്ലസ് വേരിയബിൾ ആഡ് ചെയ്താൽ പ്രശ്നം വരും.
അല്ല, അവിടെ ആഡ് ചെയ്യുമ്പോൾ അത് ഈക്വൽ ടൈപ്പ് പോലെ ചെയ്യുക. നമുക്കതല്ലല്ലോ വേണ്ടത്. നമുക്ക് മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഈക്വൽ ടു കൺസ്ട്രെയിൻ്റ് ആക്കണം. അതിപ്പം ഇപ്പോൾ ശ്രേയല്ല പറഞ്ഞല്ലേ? ആരാ പറഞ്ഞത്? ഇപ്പം അതെ, ശ്രേയ പറഞ്ഞത് ശരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം നമ്മളത് ഇക്വാലിറ്റി ആക്കിയിട്ട് നമ്മൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ടെക്നിക്ക്. അതായത് നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആകുമ്പോൾ നമ്മൾ അതിന് മൈനസ് എക്സ് ഒരു സർപ്ലസ് വേരിയബിൾ എടുത്ത് ഈക്വൽ ടു ആക്കും. മുകളിൽ നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്യും. താഴെ രണ്ട് ഇക്വേഷനും സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്തിട്ട് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ നിങ്ങൾ നമ്മൾ ടു ഫേസ് മെത്തേഡ് പറഞ്ഞ ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സിമ്പിൾ വിത്ത് പോസിറ്റീവ് റൈറ്റ് ഹാൻഡ് സൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ടു ഫേസ് മെത്തേഡിൻ്റെ ആവശ്യമില്ല. അതായത് ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മിനിറ്റ്, അതെവിടെയായിരുന്നു പറഞ്ഞത്? ഇവിടെ ഇന്നലെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോബ്ലം ടു ഫേസ് ചെയ്തപ്പം ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. ഈ രണ്ട് കാരണം കൊണ്ടാണ് നമ്മൾ ശരിക്കും ടു ഫേസിലേക്ക് പോകാൻ കാരണം. അല്ലെങ്കിൽ വേറൊരു പ്രോബ്ലം ഇവിടെ എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലേ. ഓക്കെ, ഈ ഒരു കാരണം കൊണ്ടായിരുന്നു നമ്മൾ ടു ഫേസിലേക്ക് പോകാൻ കാരണം. ഇവിടെ നെഗറ്റീവ് x5 നെഗറ്റീവ് x6 വരും നമ്മളെ സർപ്ലസ് വേരിയബിൾ ആഡ് ചെയ്തിട്ട്. എന്നിട്ട് നമുക്ക് പക്ഷേ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടില്ല. അതുകൊണ്ടായിരുന്നു നമ്മൾ അങ്ങനെ പോകാൻ കാരണം. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു, ഇതിന് പകരം സപ്പോസ് ഇങ്ങനെ ആയിരുന്നു വിചാരിക്കുക. അതായത് നെഗറ്റീവ് റൈറ്റ് ഹാൻഡ് സൈഡ് ആയിരുന്നു വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം നിങ്ങൾ ടു ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ഭാഗത്തും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ട് കേസിലും. അപ്പോൾ അത് -x1 -x2 ലെസ് ദാൻ ഈക്വൽ ടു 1 -x1 -4x2 ലെസ് ദാൻ ഈക്വൽ ടു 2 എന്നും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റാൻഡേർഡ് ഫോം തന്നെ ആയി മാറും. അപ്പോൾ നമുക്ക് സ്ലാക്ക് വേരിയബിൾസ് മാത്രമേ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ, സബ്ട്രാക്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല അതുപോലെ. അപ്പോൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ പ്രശ്നമൊന്നും വരില്ല. യൂഷ്വൽ ആയിട്ടുള്ള സിംപ്ലക്സ് മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്ത് പോകാം. പക്ഷേ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സിമ്പിൾ വിത്ത് പോസിറ്റീവ് റൈറ്റ് ഹാൻഡ് സൈഡ് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞിരുന്നു അത് നിങ്ങൾക്ക് വേറെ രക്ഷയില്ല. നിങ്ങളിത് ലെസ് ദാൻ ഈക്വൽ ടു ആണ്, ഇവിടെ നെഗറ്റീവ് ആയി പോകും. നെഗറ്റീവ് ആയി നിങ്ങൾക്ക് ഒരിക്കലും സൊല്യൂഷൻ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലേ? ഇതിപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു, ഇപ്പോൾ ഇതിന് നിങ്ങൾ രണ്ട് ഭാഗത്തും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ -x1 -x2 ലെസ് ദാൻ ഈക്വൽ ടു -1 വരും. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങൾ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കാണുമ്പോൾ സ്ലാക്ക് വേരിയബിൾസ് ആഡ് ചെയ്ത് കാണുമ്പോഴും ഈ x5ൻ്റെ വാല്യൂ നിങ്ങൾക്ക് -1 വരും. പക്ഷേ അത് പോസിബിൾ അല്ല, കാരണം നമ്മളെ ഫീസിബിൾ സൊല്യൂഷനിൽ എല്ലാത്തിൻ്റെ വാല്യൂ നോൺ നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോഴാണ് നമ്മൾ ടു ഫേസിലോ ബിഗമിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഇതിന് ആവശ്യം വരുന്നില്ല. ഇത് നെഗറ്റീവ് വാല്യൂ അവിടെ വരുന്നത് വെച്ചാൽ ഇത് നമുക്ക് തിരിച്ചിങ്ങനെ ഇടാം, എന്നിട്ട് നമുക്ക് സാധാ സിംപ്ലക്സ് മെത്തേഡ് സോൾവ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ വേരിയബിൾ ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ സോ നമ്മൾ പറഞ്ഞ കാര്യം ഇതല്ലേ, ഏതായാലും ഇതല്ലേ നമ്മൾ പറഞ്ഞിരുന്നത്? യെസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -1 വരുമ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതി. അപ്പോൾ ഇവിടെ എല്ലാം എനിക്ക് ആവശ്യമുള്ള പോലെ ലെസ് ദാൻ ഈക്വൽ ടു കിട്ടി. ഇനി എല്ലാം ലെസ് ദാൻ ഈക്വൽ ടു കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം ക്ലാസ്. കാരണം ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ അത് പോയി. കാരണം ഇത് ഈ ഒരു ഒറ്റ പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വേറെ ഒന്നും കൺവേർഷൻ പഠിക്കാനില്ല. ഇത്രയേ ഉള്ളൂ മാക്സിമം വരാനുള്ള ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം. അപ്പോൾ ഇതിപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു ആക്കി നമ്മൾ ഒരു പ്രൈമൽ പ്രോബ്ലം ആക്കി വെച്ചു, അതായത് റിവൈസ്ഡ് പ്രൈമൽ പ്രോബ്ലം ആക്കി വെച്ചു. ഇതിലെല്ലാം നോക്കാം, നമുക്ക് എല്ലാ കൺസ്ട്രെയിൻസും പോസിറ്റീവ് ആണ്. ഇവിടെ എല്ലാ വേരിയബിൾസും ഗ്രേറ്റർ ദാൻ ഈക്വൽ 0 ആണ്. എല്ലാ കൺസ്ട്രെയിൻസും ലെസ് ദാൻ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് ആണ്. മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. ഒരു അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ ഒന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് കാണാം? നമുക്കിതിൻ്റെ ഡുവൽ കാണാം. അപ്പോൾ എങ്ങനെ നമ്മൾ ഡുവൽ കാണാം? നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കിത് കണ്ടതിന് ശേഷം നമുക്ക് നോക്കാം ഞാൻ ചെയ്തത് ശരിയാണോ. ഓക്കെ, ക്യാൻ സംബഡി ടെൽ എങ്ങനെ നമ്മൾ ചെയ്യുക? നിങ്ങളിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതൊക്കെ ഓക്കെ റെഡിമെയ്ഡ് ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. മാക്സിമൈസേഷൻ എന്തായി മാറും? മിനിമൈസേഷനായി മാറും. ഒരു മിനിറ്റ്, മിനിമൈസേഷൻ പ്രോബ്ലമായി മാറും. അതിൻ്റെ ഡുവൽ നമ്മൾ കാണാൻ പോകുന്നു. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ ഡുവൽ. അപ്പം എത്ര വേരിയബിൾസ് വരും നമ്മളെ ഈ പ്രോബ്ലത്തിൽ? എത്ര വേരിയബിൾസ് വരും? 4 വേരിയബിൾസ്. സപ്പോസ് അവരെ x1 x2 x3 x4 എന്ന് വിളിക്കാം. x1 x2 x3 x4. ഇതിൻ്റെയൊക്കെ കോഎഫിഷ്യൻസ് എന്തായിരിക്കും? ഇവിടെ 4 ഇക്വേഷൻസ് ഉണ്ടാകുമ്പോൾ ഇവിടെ 4 വേരിയബിൾസ് വരും. ഇതിൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ വലത്ത് ഭാഗത്ത് വരുന്ന കോൺസ്റ്റൻസ് ആണ്, അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ -2, ഇവിടെ +1,
-1 +1. ഓക്കെ ആണോ? ഈ കോഎഫിഷ്യൻസ് വെച്ചിട്ടാണ് ഞാൻ എത്ര ഇക്വേഷൻസ് 4 ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഇക്വേഷൻ്റെ കേസിൽ നമുക്ക് ഓരോ റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടല്ലോ, ആ ഓരോന്ന് അതിൻ്റെ കോഎഫിഷ്യൻസ് വരും. ഓക്കെ, ഇനി എത്ര കൺസ്ട്രെയിൻസ് വരും? അതെങ്ങനെ കിട്ടുക? എത്ര കൺസ്ട്രെയിൻസ് വരും ഡുവലിൽ? അതും 4. 4. കാരണം ഇവിടെ 4 വേരിയബിൾസ് ഉണ്ട്. ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും കൺസ്ട്രെയിൻസ് ഇവിടെ വരും. നമുക്കത് നമ്മൾ ഓൾറെഡി അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് എങ്ങനെയാണ്? ഫസ്റ്റ് കൺസ്ട്രെയിൻ നമ്മൾ എഴുതാൻ പോവാണ്. ഫസ്റ്റ് കൺസ്ട്രെയിൻ എഴുതുമ്പോൾ ഒന്നുറപ്പാണ്, മിനിമൈസേഷൻ പ്രോബ്ലം അതിനെക്കൊണ്ട് ഇതിനെല്ലാത്തിൻ്റെയും 4 കൺസ്ട്രെയിൻ വരുന്നു പറഞ്ഞു. അപ്പോൾ എല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആയിരിക്കണം. അങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആ ഒരു റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്താ വരിക പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? Can somebody tell ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്താ വരിക പറയാൻ പറ്റുമോ? y1 എടുക്കാം. -2x1 -x2 പ്ലസ് 5x3 -3x4. അത് ഞാൻ എടുക്കുന്നത് ഈ y1 കോഎഫിഷ്യൻസ് -2 -5 5 -3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. ഇവിടെ എന്താ വരിക? നമ്മളെ പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഈ y1 കോസ്റ്റ് കോഎഫിഷ്യൻറ്റ് -4. അടുത്തത് y2 കോഎഫിഷ്യൻസ് എടുക്കുക. അത് വെച്ച് അടുത്ത കൺസ്ട്രെയിൻ ഉണ്ടാക്കുക. 3x1 -6x2 +6 അതെത്രയാണ്? അത് മൈനസ് പ്ലസ് -y2. സോ -x4 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു y2 കോഎഫിഷ്യൻറ്റ് 2. അടുത്തത് y31 കോഎഫിഷ്യൻസ് എടുക്കുക. x1 സെക്കൻഡ് -1, അപ്പോൾ -x2 തേർഡ് +1 ആണ്, അപ്പോൾ +x3 ഫോർത്ത് +1 അപ്പം +x4 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു y31 കോഎഫിഷ്യൻറ്റ് 4. അടുത്തത് y32 കോഎഫിഷ്യൻറ്റ് -x1 +x2 ഇത് -1 ആണ്, അപ്പോൾ -x3 ഇത് -1 അപ്പം -x4 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -4. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -4. ആൻഡ് x1 x2 x3 x4 ഓൾ ആർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡുവൽ കണ്ടുപിടിച്ചു. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല പ്രോബ്ലം. ഇത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടെക്നിക്ക് വെച്ച് നമ്മൾ ചെയ്തു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആദ്യം അൺറെസ്ട്രിക്റ്റഡ് ആയിരുന്നു, അത് നമ്മൾ മാറ്റിയെടുത്തു. ഈക്വൽ ടു ഉള്ള സാധനം മാറ്റി നമ്മൾ 2 വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പം ഇവിടെ അതൊക്കെ നമ്മൾ തിരിച്ചും മാറ്റണം. അതായത് നമ്മളൊരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിരുന്നു, 2 ചെറിയൊരു നോട്ട്സ് പോലെ ഇവിടെ ഇത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഡുവൽ നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ വരുന്നുണ്ടെങ്കിൽ ഡുവലിലുള്ള ജേത്ത് കൺസ്ട്രെയിൻറ്റ് ഈക്വൽ ടു ആയി ആവണം. അപ്പോൾ നമുക്കിവിടെ ശരിക്കും പ്രോബ്ലത്തിൽ y3 അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? y3 അൺറെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അത് നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആക്കി നമ്മൾ അങ്ങനെയല്ല, നമ്മൾ അൺറെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ അതിന് പുതിയ 2 വേരിയബിൾസ് കൊടുത്തിട്ട് നമ്മൾ അതിനെ y31 y32 എന്നൊക്കെ ആക്കി നമ്മൾ സോൾവ് ചെയ്തെടുത്തു. ഇനി ആ തിരിച്ചാ കൺവേർഷൻ ചെയ്യണം. അതായത് അതെങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ വേറൊരു കാര്യം കൂടി ചെയ്യാൻ നമുക്ക് ഈ പ്രോബ്ലത്തിലുണ്ട്. ith കൺസ്ട്രെയിൻറ്റ് ഈക്വൽ ടു ആണെങ്കിൽ നിങ്ങളെ y അൺറെസ്ട്രിക്റ്റഡ് ആയിരിക്കണം. ith കൺസ്ട്രെയിൻറ്റ് ഈക്വൽ ടു, നമുക്കിവിടെ ഒരു കൺസ്ട്രെയിൻറ്റ് ഈക്വൽ ടു ആയിരുന്നു നമ്മുടെ പ്രോബ്ലത്തിൽ. ഏതായിരുന്നു കൺസ്ട്രെയിൻറ്റ്? രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് ഈക്വൽ ടു ആയിരുന്നു. ഈ 5y1 + 6y2 എന്ന സാധനം അത് ഈക്വൽ ടു ആയിരുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്താക്കണം? നമുക്ക് എന്തായാലും അതിന് അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ, അതായത് y2 x2 അല്ലേ? x2 ഇതിപ്പോൾ y2 ആണല്ലോ, y2 അല്ല, സെക്കൻഡ് കൺസ്ട്രെയിൻ്റ് ആണല്ലോ. ith കൺസ്ട്രെയിൻറ്റ് ഈക്വൽ ടു ആണെങ്കിൽ ith വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആയിരിക്കണം. അപ്പം ആ സംഭവം കൂടി ആക്കിയെടുത്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമ്മൾ ഫിനിഷ് ആവുന്നുള്ള പ്രോബ്ലം. നമുക്കത് നോക്കാം. അപ്പം അതുകൂടെ കഴിഞ്ഞാൽ പ്രോബ്ലം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് തിരിച്ച് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കൂ, ഇത് രണ്ടും ക്ലബ് ചെയ്തുകൂടെ? ഇത് രണ്ടും ക്ലബ് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും ഇതിനെങ്ങനെ എഴുതാം?
ഇതിനെ നമുക്ക് x1 മൈനസ് x2 പ്ലസ് x3 സോറി പ്ലസ് x4 മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ലെസ് ദാൻ ഈക്വൽ ടു -4 എന്ന് എഴുതി കൂടെ. അതായത് ഇതെന്താ ശരിക്ക് ഞാൻ ആ ബ്രാക്കറ്റ് ഒഴിവാക്കി എഴുതാം. നമ്മൾ ത്രൂ ഔട്ട് -1 കൊണ്ട് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് എന്തായി മാറും -x1 മൈനസ് x2 അല്ല -x1 പ്ലസ് x2 മൈനസ് x3 മൈനസ് x4 ലെസ് ദാൻ ഈക്വൽ ടു -4 എന്നല്ലേ. ഇനി ഈ കൺസ്ട്രെയിൻറ്റ് നിങ്ങൾ നോക്കൂ. അതിനെന്താ മനസ്സിലാവുന്നത്? -x1 പ്ലസ് x2 മൈനസ് x3 മൈനസ് x4 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -4. ഇത് രണ്ടും കൂടി നമുക്ക് ക്ലബ് ചെയ്ത് എന്ത് എഴുതാൻ പറ്റും? ഈക്വൽ ആവും. -x1 പ്ലസ് x2 മൈനസ് x3 മൈനസ് x4 ഈക്വൽ ടു -4 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസിനെ മാറ്റി ഈ ഒരു ഒറ്റ ആളാക്കി മാറ്റാൻ പറ്റും. അത് ചെയ്യാൻ പറ്റും. പിന്നെന്താ ചെയ്യാനുള്ളത്? നമുക്കൊരു അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ കൊണ്ടുവരാനുണ്ട്. അത് ഏത് വേരിയബിളാണ് കൊണ്ടുവരാനുള്ളത്? ഒരു വേരിയബിൾ സെക്കൻഡ് വേരിയബിളാണ് കൊണ്ടുവരാനുള്ളത് അല്ലേ? ഏത് വേരിയബിളാണ് കൊണ്ടുവരാനുള്ളത്? സെക്കൻഡ് വേരിയബിൾ. അതായത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുക. അത് ക്ലിയർ ആയിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ പറഞ്ഞ സംഭവം മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ഒറ്റ സാധനം കൂടി ചെയ്യാനുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ ഡാറ്റ വെച്ചിട്ട് ഈക്വൽ ടു കൺസ്ട്രെയിൻറ്റ് വരുന്ന ഏത് ഇക്വേഷനിലാണോ ആ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള yi അൺറെസ്ട്രിക്റ്റഡ് ആയി മാറണം. ഈക്വൽ ടു കൺസ്ട്രെയിൻറ്റ് ഇവിടെ വരുന്നത് സെക്കൻഡ് ഇക്വേഷനാണ്. അപ്പം അവിടെ x2 എന്താവണം? അത് അൺറെസ്ട്രിക്റ്റഡ് ആവണം. ഓക്കെ, ഇത് ശരിക്കും വേരിയബിൾസ് വെച്ചുള്ളൊരു കളിയാണ്. അപ്പോൾ അത് വേരിയബിൾസ് വെച്ച് കൺഫ്യൂസ്ഡ് ആവരുത്. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് x2 കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ വേണമെങ്കിൽ y2 കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ വേറെ w1 w2 ഒക്കെ കൊടുക്കായിരുന്നു. പക്ഷേ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, ആ സെക്കൻഡ് വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആവണം. അങ്ങനെ ആക്കാൻ പറ്റും നമുക്കിവിടെ. നോക്കൂ, ഇതായിരുന്നു നമ്മളെ സിറ്റുവേഷൻ. ഓക്കെ, ഇപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ ഇതിനെ മാറ്റി ചെയ്തിട്ടെ, ഈ പറഞ്ഞ സാധനം ഇവിടെ മാറ്റി ചെയ്തിട്ടെ, അത് നമ്മൾ ഇത് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഈക്വൽ ടു അത് ചെയ്തു വിചാരിക്കുക. അപ്പോൾ അത് നമുക്കത് കൺഫ്യൂഷൻ മാറും. അതുകൊണ്ട് ജസ്റ്റ് അത് റീപ്ലേസ് ചെയ്യാണ്. നോട്ട് നിങ്ങൾ കാണുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കാണാം, കുഴപ്പമൊന്നുമില്ല. അതായത് നമുക്കിപ്പോൾ ശരിക്കും അപ്പം 3 ഇക്വേഷൻ ഉണ്ടാവുള്ളൂ. -x1 പ്ലസ് x2 മൈനസ് x3 മൈനസ് x4 ഈക്വൽ ടു എത്രയാണ്? -4. അപ്പോൾ നമ്മൾ ഈ മാറ്റം വരുത്തി. ഈ പറഞ്ഞ മാറ്റം ഞാൻ വരുത്തി കഴിഞ്ഞു. ഞാൻ അത് ഒഴിവാക്കുകയാണ്. ഇനിയുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വേരിയബിൾ നമ്മൾ അൺറെസ്ട്രിക്റ്റഡ് ആക്കി മാറ്റണം എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു കാര്യം കാണാം. നമ്മൾ നേരത്തെ ചെയ്ത സംഭവം തിരിച്ച് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ നേരത്തെ ചെയ്തത് y3 എന്ന വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആയപ്പോൾ നമ്മൾ അതിനെ y31 y32 എന്ന് കൊടുത്തു. പിന്നെ y3 നമ്മൾ ഇങ്ങനെ റീപ്ലേസ് ചെയ്തു ഇല്ലേ? y3 നമ്മൾ y31 മൈനസ് y32 റീപ്ലേസ് ചെയ്തു. അതേ സംഭവം ഇവിടെ ചെയ്യാൻ പോവാണ്. ഇത് ശരിക്കും എന്താ? -2x1 1 ടൈംസ് x1 ആണ്. അപ്പോൾ x2 ഇത് -1 ടൈംസ് x3, അപ്പോൾ -x3 പ്ലസ് x4 ആണ്. ഇതിൽ ഞാൻ എന്താ ചെയ്യാൻ വെച്ചാൽ ഞാൻ ഈ വേരിയബിളിനെ ഞാൻ ഒരു പുതിയ x2 പ്രൈം എന്ന് കൊടുക്കാൻ പോകണം. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഈ ഇക്വേഷൻസ് നോക്കിയാൽ ഏകദേശം പിടികിട്ടും. നമുക്ക് x2 മൈനസ് x3 നിങ്ങളൊരു വേരിയബിൾ ആക്കി നിങ്ങൾക്കത് സിംഗിൾ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാം. ഇതൊക്കെ -5 ടൈംസ് x2 മൈനസ് x3 ഇവിടെ കിടക്കുന്നുണ്ട്. -6 ടൈംസ് x2 മൈനസ് x3 ഇവിടെ കിടക്കുന്നുണ്ട്. x2 മൈനസ് x3 ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ x2 മൈനസ് x3 എന്ന് പറയുന്ന ആ വേരിയബിളിനെ, രണ്ട് വേരിയബിൾസിൻ്റെ ആ ഒരു ഡിഫറൻസിനെ ഞാൻ x2 എന്ന് മാറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് വേരിയബിൾസ് വെച്ച് നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. നമ്മൾ ഉദ്ദേശിക്കുന്ന സെക്കൻഡ് വേരിയബിൾ എന്നാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റി ചെയ്താൽ ഞാൻ പറയാം. ഞാൻ ജസ്റ്റ് പ്രൈം കൊടുക്കാം, x2 പ്രൈം കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായി മാറി? -2x1 -5x2 പ്രൈം -3x4 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -4 ആയി. ഇത് 3x1 -6x2 പ്രൈം -x4 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ആയി. ഇത് -x1 പ്ലസ് x2 -x4 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -4 ആയി. പിന്നെ നമ്മൾ ഇങ്ങനെ കൊടുത്തതിനെ കൊണ്ട് x2 പ്രൈം ഇസ് അൺറെസ്ട്രിക്റ്റഡ്,
ഈ ഇക്വേഷൻ ഈ ഒരു LPPയിൽ x2 പ്രൈം അൺറെസ്ട്രിക്റ്റഡ് ആണ്, പക്ഷേ x1 x2 കുഴപ്പമൊന്നുമില്ല, സോറി x1 x4ഉം കുഴപ്പമൊന്നുമില്ല, പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഇങ്ങനെ മാറി. ഇത് ഈക്വൽ ടു ആയിരുന്നു അല്ലേ, സോറി ഇത് ഈക്വൽ ടു ആണ്, ഈക്വൽ ടു -4 ആണ്. അപ്പോൾ നമ്മൾ ഈക്വൽ ടു വരുന്നല്ലോ. ഇപ്പം നമ്മൾ ശരിക്കും എന്താ ചെയ്യുക, ഇപ്പോഴാണ് നമ്മളെ പ്രോബ്ലം ഒരു ഡുവൽ പ്രോബ്ലമാക്കി കൺവേർട്ടായി. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രോബ്ലത്തിൻ്റെ ഡുവൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടിയ ഇതാണ് നമ്മുടെ ഡുവൽ. ലാസ്റ്റ് കൺവേർഷൻ ഞാൻ പറഞ്ഞു, ഈ ഒരു റീസൺ ഉള്ളതിനെ കൊണ്ട് നമ്മൾ ആ കൺവേർഷൻ ചെയ്യുന്നത്. അതായത് സെക്കൻഡ് കൺസ്ട്രെയിൻറ്റ് ഈക്വൽ ടു അതിനെ കൊണ്ട് y2 അൺറെസ്ട്രിക്റ്റഡ് ആണ്, സെക്കൻഡ് വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, y2 എന്നല്ല സെക്കൻഡ് വേരിയബിൾ കണ്ടാൽ മതി. നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് y1 വെച്ചിട്ടാണ്, അപ്പോൾ അവിടെ x2 എടുക്കുക, അതിലേക്ക് w1 w2 എടുക്കുക, എന്തുകൊണ്ട് നമുക്ക് എടുക്കാം വേരിയബിൾസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈക്വൽ ടു അതിനെ കൊണ്ട് ഈക്വൽ ടു കൺസ്ട്രെയിൻറ്റ് അതിനെ കൊണ്ട് അത് വന്നത് സെക്കൻഡ് കേസിലായിരുന്നു, അതായത് ഈ വന്ന സെക്കൻഡ് ഇക്വേഷനിലാണ് ഈക്വൽ ടു വന്നതായിരുന്നത്. അപ്പോൾ ഓബിയസ്ലി അവിടെ നമ്മൾ ഡുവൽ കണ്ടു കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് വേരിയബിൾ എന്ത് കിട്ടണം, അൺറെസ്ട്രിക്റ്റഡ് കിട്ടണം. അതായത് ഈ രീതിയിൽ നമുക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് വേണം ജസ്റ്റ് ഒന്ന് മാറ്റി വേണം എഴുതാം. ഈ x1 ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഈ x3 എവിടെ പോയിരുന്നു, പക്ഷേ അത് x3 എവിടെ പോയി എന്നുള്ളത് നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ഇതിന് നമുക്ക് വേണം മാറ്റി എഴുതാം. ഞാൻ മാറ്റി എഴുതി കാണിച്ചു തരാം. വേരിയബിൾസ് നൊട്ടേഷന് യാതൊരു ഇമ്പോർട്ടൻസ് ഇവിടെ ഇല്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് വേണമെങ്കിൽ ഒന്ന് വൃത്തിയിൽ എഴുതണമെങ്കിൽ വേണം ഇങ്ങനെ എഴുതാം, മിനിമൈസ് ഓക്കെ -2x1, നമുക്ക് x1 മാറ്റി നമുക്ക് w1 w2 ഫോളോ ചെയ്യാം. w1 പ്ലസ് w2 പ്ലസ് w3, അത് ഞാൻ x4നെ ഞാൻ w3 റീപ്ലേസ് ചെയ്യാണ്, x2 പ്രൈമിനെ ഞാൻ w2 എന്ന് റീപ്ലേസ് ചെയ്യാണ്, x1നെ ഞാൻ w1 റീപ്ലേസ് ചെയ്യാണ്. ജസ്റ്റ് 3 വേരിയബിൾസ് രീതിയിൽ വൃത്തിയിൽ എഴുതാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതെന്തായി മാറി, -2w1 -5w2 -3w3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു -4, 3w1 -6w2 -w3 ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2, -w1 പ്ലസ് w2 -w3 ഗ്രേറ്റർ ഈക്വൽ ടു സ്റ്റക്കായി w3 ഈക്വൽ ടു -4, and w1 and w3 are greater than equal to 0, but w2 second variable is unrestricted. അപ്പം നിങ്ങളെ പ്രോബ്ലം ഇതാ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേരിയബിൾ മാറ്റി എഴുതാം. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഡുവൽ പ്രോബ്ലം. സോ ദിസ് ഈസ് യുവർ ഡുവൽ പ്രോബ്ലം. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രൈമൽ പ്രോബ്ലത്തിൻ്റെ ഡുവൽ എന്ന് പറഞ്ഞാൽ ഈ ചങ്ങാതിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു 3-4 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. ഇതിലും ടഫായിട്ട് ചോദിക്കില്ല പ്രോബ്ലംസ് കാണില്ല നിങ്ങൾ. അപ്പോൾ ഈ ഏരിയയിൽ ഇത്രയും വരുള്ളൂ, ഇതിൽ ബുദ്ധിമുട്ടൊന്നും വേറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. നമ്മൾ ഈക്വൽ ടു കൺസ്ട്രെയിൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ അൺറെസ്ട്രിക്റ്റഡ് നോഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 വേരിയബിൾസ് അൺറെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2 വേരിയബിൾസും നമ്മൾ ചെയ്ത സാധനം ചെയ്യണം, ഇങ്ങനത്തെ റീപ്ലേസ്മെൻറ്റ് ചെയ്യണം. എന്നിട്ട് തിരിച്ച് ലാസ്റ്റ് ഡുവൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ലാസ്റ്റ് തിരിച്ചും കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആ ഡുവൽ പ്രോബ്ലമായിട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. യെസ് സോറി x2 അത് കൊടുക്കണം, മാറിപ്പോയതാണ്. x2 ആണ്, സോറി അതെ x2 ആണ്. കാരണം നമ്മളിതിനെ റീപ്ലേസ് ചെയ്യുന്നത് x2 ആയിട്ടാണ്, ഞാൻ എഴുതി മാറിപ്പോയതാണ്, അതാണ് x2. ഓക്കെ ശരിയാണ്. അപ്പോൾ ഞാനിപ്പം ഓക്കെ അത് ഞാൻ എഴുതിയാൽ മാറിപ്പോയത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനൊരു വൃത്തി രൂപത്തിലാക്കാൻ വേണ്ടി ഞാൻ എത്ര ചെയ്തോളൂ, ഞാൻ x1 എന്ന വേരിയബിളിനെ ഞാൻ w1 എന്ന് കൊടുത്തു, x2 പ്രൈമിനെ ഞാൻ ജസ്റ്റ് w2 എന്ന് ഡിനോട്ട് ചെയ്തു, x4നെ ഞാൻ w3 ഡിനോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഈ സെയിം പ്രോബ്ലം തന്നെയാണ്. പ്രോബ്ലമൊക്കെ ഒന്നാണ്, പക്ഷേ വേരിയബിൾസ് നമ്മൾ ഡിനോട്ട് ചെയ്ത വേറെ രീതിയിലാണ് മാത്രം. അത് x1ഉം x2ഉം x5 എന്നൊക്കെ മാറ്റി ചെയ്ത് നമ്പർ മാറിപ്പോയെന്ന് മാത്രം. തിരിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം വരും. അപ്പോൾ ആ പ്രശ്നം ഓവർകം ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ച് വൃത്തിയുള്ള വേരിയബിൾസ് അസൈൻ ചെയ്തിട്ട് പ്രൈമൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ മാറ്റി എഴുതിയാൽ പ്രോബ്ലമായി, നിങ്ങളെ ഡുവൽ പ്രോബ്ലമായി. ഇനി ഇത് നിങ്ങൾ ഡുവൽ കണ്ടു നോക്കുന്ന കണക്ക് ഇത് നിങ്ങൾ ഡുവൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രോബ്ലത്തിലെത്തും. അപ്പോൾ നിങ്ങൾ വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ പ്രോബ്ലം നമുക്ക് കിട്ടിയ ആൻസർ നോക്കുക. ഈ പ്രോബ്ലം നമ്മൾ ചെയ്ത രീതിയിൽ ഇതിന് ഡുവൽ കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാക്സിമൈസേഷൻ പ്രോബ്ലം കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പ്രോബ്ലത്തിൽ എത്തുന്നുണ്ടോ നോക്കുക. എത്തും എന്തായാലും, അതാണ് ഡുവൽ. കാരണം ഡുവൽ ഓഫ് ഡുവൽ കണ്ടത് നമുക്ക് പ്രൈമൽ പ്രോബ്ലം തന്നെ കിട്ടും. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് ഈ സെക്ഷൻ ക്ലിയർ ആവും. പിന്നെ അതിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് നോക്കാനുണ്ടാവില്ല. ഓക്കെ, അതാണ് ശരിക്കും ഡുവാലിറ്റി കോൺസെപ്റ്റ്. ഇപ്പം പിന്നെ മോട്ടിവേഷൻ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മൾ അങ്ങനത്തെ ഒരുപാട് വേരിയബിൾസ് വരുന്ന കേസ്, ഇപ്പം ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക്
അത് ഈ പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ടിങ് പറഞ്ഞല്ലോ നമുക്ക് ഈ പ്രോബ്ലം കണ്ടില്ലേ, ഇത് ഒരു മോട്ടിവേഷൻ മാത്രം. അതായത് നമുക്ക് ചില പ്രോബ്ലംസ് നമുക്കറിയാം ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കും. സിംപ്ലക്സ് മെത്തേഡ് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ ഇത് നിങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ സിംപ്ലക്സ് സോൾവ് ചെയ്യണം. പക്ഷേ ഇത് സോൾവ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഈ ഗ്രാഫിക്കൽ മെത്തേഡിലുള്ള പ്രോബ്ലം അതിൻ്റെ ഡുവൽ പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് നമുക്ക് തിരിച്ച് ഇതിലേക്ക് എത്താൻ പറ്റും. ഈ y1 y2 y3 എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇൻ ടേംസ് ഓഫ് ദിസ് x1 x2. ഓക്കെ, അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പ്രൈമൽ പ്രോബ്ലം ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഈ ഡുവൽ പ്രോബ്ലം ചെയ്താൽ മതി. ആ ഡുവൽ പ്രോബ്ലം നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം? ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്യാം. ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്യാൻ എളുപ്പമല്ലേ? കാരണം ജസ്റ്റ് ഈ ലൈൻസ് വരയ്ക്കുക, എന്നിട്ട് ആ റീജിയൻ കണ്ടുപിടിക്കുക ചെയ്യാം. സിംപ്ലക്സ് ചെയ്യുമ്പോൾ നമുക്ക് ചില കേസ് സിംപ്ലക്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ട് പോകും, ഒരുപാട് സ്റ്റെപ്സ് വരാം. അപ്പം ഇതിനെക്കാട്ടും എളുപ്പം, സിംപ്ലക്സിനെക്കാട്ടും എന്തുകൊണ്ടും എളുപ്പം പ്രോബ്ലം ചെയ്യാൻ ഗ്രാഫിക്കൽ മെത്തേഡ് തന്നെയാണ്. അതൊരു ബേസിക് ആയിട്ട് ആർക്കും ചെയ്യാം. നിങ്ങൾ ഇപ്പോൾ ഒന്നും അറിയാത്ത ആർക്ക് വേണമെങ്കിലും ഫസ്റ്റ് ക്ലാസ് മാത്രം കണ്ടാക്കുവാണെങ്കിൽ ഇത് സുഖമായിട്ട് ചെയ്യാം, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കാണാത്തവർക്ക് ബുദ്ധിമുട്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതാണ് ഉദ്ദേശിച്ചത്, അതാണ് ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ. എന്തിനാണ് നമ്മൾ ഈ ഡുവൽ പ്രോബ്ലം കൊണ്ടുവരുന്നതിനുള്ളൊരു മോട്ടിവേഷൻ അതാണ്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ഈ പറഞ്ഞ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ നോട്ട്സ് ഒന്നും നോക്കാണ്ട് ഈ പ്രോബ്ലം എടുക്കുക, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ നിങ്ങൾ ഇതിൻ്റെ ഡുവൽ കാണാൻ ശ്രമിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പറഞ്ഞ ഈ പോയിന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു കോപ്പി അയച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കല്ല, നമുക്ക് ആവശ്യമുള്ള പേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ രണ്ട് സംഭവങ്ങളുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, സോ നമ്മളിന്ന് കുറച്ചധികം ക്ലാസ് എടുത്തു, എന്നാലും കുഴപ്പമില്ല, നമ്മൾ കാര്യങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തു നന്നായി. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു കെൻ ആസ്ക്, അതർവൈസ് വിൽ വൈൻഡ് അപ്പ്. ഇപ്പോൾ ഓൾജിബ്രൻ്റെ ഒരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ